പുസ്തകം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളി ഉടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ക്ഷമിക്കണം, 3:8 വായിച്ചാട്ടെ. ഐ എം സോറി. ഇതാ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്ത് എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. മതി, നിനക്കല്പമേ ശക്തിയുള്ളൂ. ഒരു വ്യക്തിയെ നോക്കി വെച്ച് പറയുകയാണ്, അല്ലെ ഒരു സഭയെ നോക്കി വെച്ച് പറയുകയാണ്, നിനക്കല്പമേ ശക്തിയുള്ളൂ. ഇന്ന് പകൽ ദൈവം ബലവാന്മാരെ അല്ല അന്വേഷിച്ചിറങ്ങിയത്, അല്പമുള്ളവരെയും തമ്പുരാൻ അന്വേഷിക്കുന്നു. നിന്റെ അവസ്ഥ എനിക്കറിയാം. ദൈവം സഭയോട് പറയുന്ന വാചകമാണ്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. വെളിപ്പാട് പുസ്തകത്തിൽ 2-3 അധ്യായങ്ങളിലായി 7 കാലഘട്ടങ്ങളിലുള്ള ദൈവസഭയുടെ ദൂത്, അല്ലെങ്കിൽ 7 സഭകളുടെ ദൂത് ദൈവം ഏൽപ്പിച്ചു. 1-ാമത്തെ സഭ യേശുക്രിസ്തുവിനാൽ നേരിട്ട് നയിക്കപ്പെട്ടു തുടങ്ങി. അപ്പോസ്തലന്മാരാൽ പരിപാലിക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് അവിടെയും ഇവിടെയും കണ്ട് അനുഭവിച്ച ആ ജനം സന്തോഷത്തിൻ്റെയും ആത്മീക സമൃദ്ധിയുടെയും ഉള്ളിൽ ഭൗതിക ദുഃഖങ്ങൾ മറന്ന് ദിവസം തോറും ദൈവത്തോട് അടുത്തടുത്ത് ജീവിച്ച സഭ. ആ സഭയെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞത്, ഞാൻ 7 നിലവിളക്കുകൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ സഭയുടെ നിലവിളക്കെൻ്റെ കയ്യിലുണ്ട്. ഞാൻ 7 സഭകളുടെ നടുവിൽ നിൽക്കുന്നവനാണ്. 1-ാം സഭ എന്നെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞു. 7-ാമത്തെ സഭയോട് ദൈവം പറയുന്നത്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും തുറന്നാൽ ഞാൻ അകത്തു വരും. സഭയുടെ 7-ാം കാലഘട്ടമായപ്പോഴത്തേക്ക് ദൈവം തന്നെ സഭയുടെ വെളിയിലായി. ഈ 1-ാം കാലഘട്ടത്തിൽ സഭയുടെ കേന്ദ്രബിന്ദുവായി നിന്നവൻ 7-ാമത്തെ കാലഘട്ടത്തിൽ സഭയുടെ വെളിയിലാകുന്നത് വരെ 6 വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ അവർ കടന്നാണ് 7-ാമത്തേതിലെത്തിയത്. 6 വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടക്കുന്ന കൂട്ടത്തിൽ അതിലെ 5 ഘട്ടങ്ങളും കടന്ന് ഏറെക്കുറെ ഊർദ്ധശ്വാസം വലിക്കുന്ന നിർജീവാവസ്ഥയോട് അടുത്ത 6-ാമത്തെ സഭയോട് പറയുന്ന വാചകങ്ങളാണ്. സഭ ചില സമയത്ത് തകരാറുണ്ട്, തകർന്നിട്ടുണ്ട്. അല്പം തമാശുണ്ട്. ഒരു മിഷണറി ഒരിക്കൽ പുനലൂര് ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ പറഞ്ഞ ഒരു രസമുള്ള ചരിത്രം ഞാൻ ഓർപ്പിക്കാം. പക്ഷെ അദ്ദേഹം പറഞ്ഞതിനകത്ത് അർത്ഥമുണ്ട്. ഒരു 4 നിലയുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മെയ്സന്റെ ഹെൽപ്പർ, 4 നില കെട്ടിടത്തിൻ്റെ മുകളിൽ വർക്ക് ചെയ്തിരുന്ന ഒരു മെയ്ക്കാടി ജോലിക്കാരൻ, ഒരു മെയ്സന്റെ ഹെൽപ്പർ, ഒരു അപകടത്തിലകപ്പെട്ടു. തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാല്, തല, നടുവ് ഇവയ്ക്ക് കാര്യമായ കേടുണ്ടായിരുന്നു. തല പൊട്ടിയിരുന്നു, കാല് ഒടിഞ്ഞിരുന്നു, നടുവും ഒടിഞ്ഞ പോലുണ്ട്. വല്ലാത്ത പരിതസ്ഥിതിയിലായി. തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവിടുന്ന് ഒരു ഇഞ്ചുറി റിപ്പോർട്ട് ഉണ്ടാക്കേണ്ടതിന് വേണ്ടി എൻക്വയറിക്ക് എന്ന ആളുകളോട് അദ്ദേഹം തനിക്ക് നടന്ന ചരിത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞു, സഭ പല ഘട്ടങ്ങളിലായി തട്ടിയും മുട്ടിയും പോയി എന്നുള്ളതിന് ഒരു ഉദാഹരണമായി ഒരു മിഷണറി പറഞ്ഞൊരു കഥ ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രം. എങ്ങനെയാണ് നിനക്ക് ഈ അപകടം പറ്റിയത് എന്ന് ചോദിച്ചവരോട് പറഞ്ഞു, ഞാൻ മെയ്സനെ ഹെൽപ്പ് ചെയ്ത ശേഷം ഇനി താഴെ ഇറങ്ങി 4 നിലയിൽ നിന്ന് ഞാൻ തറയിൽ വന്നു. തറയിൽ വന്നപ്പോഴാണ് അദ്ദേഹം മേളിൽ നിന്ന് വിളിച്ചേച്ച് പറയുന്നത്, ഇവിടെ കുറേ കല്ലിൻ്റെ കഷണവും സിമെൻറ്റിൻ്റെ ബാലൻസും കുറേ ഉളിയും കാര്യങ്ങളൊക്കെ മേളിലിരിപ്പുണ്ട്. ഇതെല്ലാം കൂടി ഇവിടുന്ന് മാറ്റിയേച്ചേ പോകാവൂ. ഇതിവിടെ മേളിലിരിക്കുമ്പം പോകരുത്. അതുകൊണ്ട് നീ താഴെ നില്ല, അങ്ങേര് മേളിൽ തന്നെ ഇരിക്കുക. ഞാനിതെല്ലാം കൂടെ ഒരു വലിയ ചാക്കിനകത്താക്കി കപ്പി വഴി താഴെ ഇറക്കാനായിട്ട് ശ്രമിക്കാം. അതുകൊണ്ട് ഞാൻ ചാക്കിനകത്ത് ഇത് ആക്കിത്തരാം, നീ ആ കയറ് താഴെ നിന്ന് പിടിച്ചോളാൻ പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം കയറ് താഴെ നിന്ന് പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാരം 50 കിലോഗ്രാമാണ്. 50 കിലോഗ്രാം ഭാരമുള്ള ഒരാളാണ്. 150 കിലോഗ്രാം ഭാരമാണ് അദ്ദേഹം കല്ലും സിമെൻറ്റും എല്ലാം കൂടെ കൂട്ടി ചാക്കിനകത്ത് കെട്ടി താവോട്ടിട്ടത്. നിങ്ങൾക്കറിയാം, ഒരു കപ്പയുടെ ഒരു വശത്ത് 150 കിലോയും മറ്റേ വശത്ത് 50 കിലോയും ആണെങ്കിൽ ഇവൻ മേളിലോട്ടങ്ങ് പോയി. അങ്ങനെ ഞാൻ മേളിലോട്ട് പോകുന്ന വഴിക്ക് മറ്റേ ചാക്ക് കെട്ട് താഴോട്ട് വരുമ്പോൾ എൻ്റെ തലയ്ക്ക് അതൊന്ന് തട്ടി, അത് ആ തലയിലേക്കേട്. അങ്ങനെ ഞാനങ്ങ് മേളിലെത്തി. എത്തിയതോടുകൂടെ കപ്പിക്കകത്ത് എൻ്റെ കൈ പോയതുകൊണ്ട് എൻ്റെ കൈ ഒടിഞ്ഞു പോയി, അല്ലെങ്കിൽ കൈ മുറിഞ്ഞു. താഴത്തെ ചാക്ക് കെട്ട് തറയിൽ വന്ന് ഇടിച്ചു. ഇടിച്ചതോടുകൂടെ അതിലെ ഒത്തിരി സാധനം അങ്ങ് ചെതറിപ്പോയി. അതിൻ്റെ വെയിറ്റ് 40 കിലോ ആയി കുറഞ്ഞു. അപ്പം ഞാൻ താഴെയും മറ്റേത് മേളിലോട്ടും പോയി. ആ പോന്ന കൂട്ടത്തിൽ ഒരിടി ഇടിച്ചതാണ് എൻ്റെ കാല് പോയത്. ഞാനിഞ്ഞ് തറയിൽ വന്നു. അതോടെ എൻ്റെ കൈ വിട്ടുപോയി. പുറകെ ചാക്ക് എൻ്റെ മുതുകത്തോട്ട് വീണു. അങ്ങനെയാണ് ഒടുവിലത്തെ പണി പറ്റിയത്.
പല പ്രാവശ്യം തട്ടി, പല പ്രാവശ്യം മുട്ടി. ഞാൻ ഇനി ജീവനോടുണ്ടെങ്കിലും ഒന്നിനും കൊള്ളുകയില്ല. എഴുതാൻ എനിക്ക് കൈയില്ല, നടക്കാൻ എനിക്ക് കാലില്ല, എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. കാര്യം ചെയ്തിരുന്ന ജോലിയുടെ മധ്യേ സംഭവിച്ചു പോയി. ഇതാരും പ്രതീക്ഷിച്ചതല്ല, ആരും അറിഞ്ഞതല്ല. സഭയുടെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നടന്ന സംഭവങ്ങളിൽ സഭ ജീവനുള്ളവനെന്ന് പേരുണ്ട്, പക്ഷേ നീ മരിച്ചവനാണ് എന്ന സാഹചര്യത്തിലെത്തി. 6ാമത്തെ സഭയെ നോക്കിയേച്ചു പറഞ്ഞു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. നിന്റെ ഒറ്റത്തിൻ്റെ കുറ്റം കൊണ്ടല്ല, കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് ഒരുമിച്ച് ചേർന്ന് ഇന്ന് നിനക്ക് അല്പമേ ജീവനുള്ളൂ. ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയത് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്. എൻ്റെ മുമ്പിൽ വരുന്ന സകല ശവശരീരങ്ങളെയും ഉയർപ്പിക്കണമെന്ന് എനിക്ക് ആശയമുണ്ട്. നടക്കുന്നില്ലെന്നുള്ളത് എനിക്കറിയാം. എൻ്റെ സുവിശേഷം കേൾക്കുന്ന ഏതും പാപിയും മാനസാന്തരപ്പെട്ട് കിട്ടണം എന്നെനിക്ക് താല്പര്യമുണ്ട്. നടക്കുന്നില്ല എന്നത് എനിക്കറിയാം. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്നവരാണ് ഇതിനകത്തിരിക്കുന്ന ഒരുപാട് പേര്. നാം മരിച്ചിട്ടില്ല, ഇന്നും അപ്രത്യാശയുള്ളതിനായി സ്തോത്രം. ഇന്നും നമ്മുടെ ആഗ്രഹങ്ങൾ തീർന്നിട്ടില്ല, അതുള്ളതിനായി സ്തോത്രം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം 100 മാർക്ക് വാങ്ങിക്കണം എന്ന് കണ്ടാ പഠിക്കുന്നത്. പക്ഷെ കിട്ടി വരുമ്പോൾ 5ഉം 10ഉമേ ഉള്ളൂ. വേറെ ചിലർ വൻകാര്യങ്ങൾ ചെയ്യണമെന്ന് തുടങ്ങുന്നത്, പക്ഷെ അവിടം വരെ എത്തുന്നില്ല. നോക്കിവെച്ച് തമ്പുരാൻ പറയുകയാണ്, ഇതിൻ്റെ കാരണം പറയാം. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും ചാകാറായതാണ്. നിനക്കല്പമേ ശക്തിയുള്ളൂ. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, ആ ഉള്ള ശക്തി ഉപയോഗിക്കുവാൻ സഹായിക്കുന്നവനാ ദൈവം. നിനക്കല്പമേ ശക്തിയുള്ളൂ, കുഴപ്പമില്ല. ആ ഉള്ള ശക്തി കൊണ്ട് നീ 2 കാര്യങ്ങൾ ചെയ്തു. കുഞ്ഞേ വാക്യം ഒന്നുകൂടെ വായിക്കാമോ പ്ലീസ്? ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്കല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്ത് എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. നിനക്കൊള്ള അല്പശക്തി കൊണ്ട് നീ വീട്ടുകാര്യം നോക്കാതെ നീ എന്റെ വചനം കാക്കുവാനും എന്റെ നാമം മുറുകെ പിടിക്കുവാനും ശ്രമിച്ചു. നിനക്കാകെ അല്പം ശക്തിയെ ഉള്ളൂ. ആ ഉള്ളത് കൊണ്ട് നീ യോഗ്യമായി അത് വിനിയോഗിച്ചു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചു, നീ എൻ്റെ വചനം കാത്തു. ഇന്ന് പകൽ ആർക്കെങ്കിലും ഇത് പറയുവാൻ കഴിയുമോ? കർത്താവേ, ആകെ അല്പമേ എനിക്കുള്ളൂ, അല്പം ബലമേ എനിക്കുള്ളൂ. ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങയുടെ നാമം കാത്തു, ഞാൻ അങ്ങയുടെ വചനം കാത്തു, അങ്ങയുടെ നാമം നിഷേധിച്ചിട്ടില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല, എനിക്ക് പലത് ചെയ്യാൻ ഉണ്ടായിരിക്കെ എൻ്റെ കയ്യിലുള്ള അല്പം കൊണ്ട് ഞാൻ ചെയ്യേണ്ടത് ചെയ്തു. എൻ്റെ കർത്താവ് പറഞ്ഞു, വിഷമിക്കണ്ട, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെക്കുന്നു. എന്തുകൊണ്ടോ സ്വർഗത്തിൽ തുറന്ന വാതിലിനെ കുറിച്ച് മുമ്പേ ഒരു ദൈവദാസൻ ശുശ്രൂഷിച്ചു. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിലും അതൊരു പ്രധാന വിഷയമായിരുന്നു. സ്വർഗത്തിൽ ദൈവത്തിന് പറവാനുള്ളത്, എൻ്റെ നാമം നിഷേധിക്കാതെ എൻ്റെ വചനം കാത്തതിന് വേണ്ടി വാതിൽ തുറക്കുന്നത് എൻ്റെ ജോലിയാണ്. ഇന്ന് പകൽ ഏത് വാതിലിലാണ് നിങ്ങൾ മുട്ടുന്നത്? ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഇതാ എന്നതിന് ഇംഗ്ലീഷിൽ ബിഹോൾഡ് എന്നൊരു പദം കാണാം. പുതിയ നിയമത്തിൽ വേദപുസ്തകത്തിൽ ഉടനീളം കാണുന്ന ഒരു പദമാണ് ബിഹോൾഡ്. ആ പദത്തിന്റെ അർത്ഥം കാണത്തക്കവണ്ണം, ദൃശ്യമായി ഞാൻ ഒന്ന് ചെയ്യുകയാ. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കാനേ ഉള്ളായിരുന്നു, കാണാനും വേണ്ടിയില്ലായിരുന്നു. ആവർത്തിക്കാം, പഴയ നിയമത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുകയായിരുന്നു. എൻ്റെ വായ്മൊഴി മഴ പോലെ പൊഴിയും, മഞ്ഞു പോലെ തൂകും. വരിക, കേൾക്കുക, എനിക്ക് ചെവി തരിക എന്നായിരുന്നു പഴയ നിയമത്തിലെ വിധി. പുതിയ നിയമത്തിൽ വചനം ജഡമായി അവതരിച്ചതിനാൽ എൻ്റെ യേശുവിന് പറവാനുള്ളത്, വന്ന് കാണുക, വന്ന് കാണുക, വന്ന് കാണുക. കേൾക്കുവാനല്ല, കാണത്തക്കവണ്ണം. ബിഹോൾഡ്, ഞാനൊരു വാതിൽ തുറന്നു വെക്കുകയാ. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെക്കുന്നു. കാണത്തക്കവണ്ണം ചില വാതിലുകൾ ഈ ആഴ്ചയിൽ സ്വർഗം തുറക്കട്ടെ. കാണത്തക്കവണ്ണം ചില വാതിലുകൾ ഈ ആഴ്ചയിൽ ദൈവം തുറക്കട്ടെ. സാമ്പത്തിക വിഷയങ്ങളിൽ തകർന്നിരിക്കുന്ന വ്യക്തിത്വമേ, നിന്റെ അപ്പത്തിന് മുട്ടു വരികയില്ല, നിന്റെ വെള്ളം വറ്റിപ്പോകയില്ല. കാണത്തക്കവണ്ണം ഞാനൊരു വാതിൽ തുറന്നു വയ്ക്കുകയാണ്. ചുറ്റുവട്ടങ്ങളിലെ ശത്രുക്കളാൽ ഞെരുക്കം അനുഭവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നെ സഹായിക്കുവാൻ, എന്നെ സഹായിക്കുവാൻ, എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്. കാണത്തക്കവണ്ണം ഞാനൊരു വാതിൽ തുറന്നു വയ്ക്കുകയാണ്. രേഖകൾ വിരോധമായി മാറും,
മാറുമ്പോൾ കാണത്തക്കവണ്ണം ഞാനൊരു വാതിൽ തുറന്നു വെക്കുകയാണ്. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. നിന്റെ ശക്തിഹീനതയിൽ അടഞ്ഞ വാതിലുകൾ ചവിട്ടി തുറക്കുവാൻ നിനക്ക് കഴിയാതെ വരുന്നതിനാൽ ഇന്ന് പകൽ എന്റെ ദൈവത്തിന് പറവാനുണ്ട്, ശക്തിഹീനനായ താങ്കളെ സഹായിക്കേണ്ടതിന് വേണ്ടി ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണ്. നിനക്കുള്ള അല്പം ശക്തി കൊണ്ട് എന്റെ വചനം കാത്തെങ്കിൽ, നിനക്കുള്ള അല്പം ശക്തി കൊണ്ട് എന്റെ നാമം മുറുകെ പിടിച്ചെങ്കിൽ, നിനക്ക് കഴിയാത്തത് ചെയ്യുവാൻ, വാതിലുകൾ തുറക്കുവാൻ ഞാൻ അങ്ങോട്ട് വരികയാണ്. ഞാൻ ബലവാനാ. പഴയ നിയമം പഠിച്ചു വരുമ്പോൾ അരാം സൈന്യം ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വരുന്ന ഒരു സാഹചര്യത്തിൽ ദൈവം ഒരു ദൂതനെ അങ്ങോട്ട് അയച്ചു. ഒരു ദൂതനെ. ആ ഒരൊറ്റ ദൂതൻ പോയി ഒരൊറ്റ രാത്രിയിൽ 180,000 പേരെ ഞൊട്ടി താഴെ ഇട്ടു. 186,000 പേര്. ഒരു വലിയ പകർച്ചവ്യാധി തന്റെ ശത്രുവിന്റെ പാളയത്തിലൂടെ വ്യാപരിച്ചു. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ വലിയത് വേണമെന്നില്ല, ദൈവം ചെറിയത് കൊണ്ട് ചെയ്യും. എന്റെ ദൈവം തേനീച്ചയെ കൊണ്ട് മഹാരാജാക്കന്മാരോട് യുദ്ധം ചെയ്തവനാണ്. വാളും പരിചയമായി വരുന്ന രാജാക്കന്മാരെ എതിർക്കേണ്ടതിന് ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി തേനീച്ചക്കൂടിനെ ഇളക്കി വിട്ട എന്റെ ദൈവം ഇന്നും ജീവനോടുണ്ട്. ഞാനൊരു വാതിൽ തുറക്കയാ. ഇന്ന് പകരം ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വാഗ്ദത്തം പറയുകയാണ്, കാണത്തക്കവണ്ണം ബിഹോൾഡ്, ഞാനൊരു വാതിൽ തുറക്കയാ. എനിക്കുള്ള അല്പശക്തി ഞാൻ ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചോ അതോ ദൈവത്തിന് വിരോധമായി ഉപയോഗിച്ചോ? കുറെ നാളിന് മുമ്പേ ഞാൻ കണ്ട ഒരു ദൃശ്യം ഒത്തിരി പേരോട് ഞാൻ പറഞ്ഞായിരുന്നു. അൾസൂർ ലേക്കിൻ്റെ അടുത്തൂടെ ഒരു ദിവസം ഏർലി മോർണിംഗ്, എനിക്ക് തോന്നുന്നത് ജോലി ചെയ്തിരുന്ന കാലത്ത് ഒരു നൈറ്റ് ഡ്യൂട്ടിക്ക് അങ്ങാണ്ട് പോയിച്ച് ഏർലി മോർണിംഗ് തിരിച്ചു വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിരാവിലെ ഞാൻ അതുവഴി പോയത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ നടക്കാൻ ഉപയോഗിക്കുന്ന ഒരു വടിയും പിടിച്ച് അദ്ദേഹത്തിൻ്റെ നായെ, അദ്ദേഹത്തിൻ്റെ പട്ടിയെ ആ വഴിയോടെ നടത്താനായിട്ട് കൊണ്ടുവരിക. ആ നടത്താനായിട്ട് വരുന്ന കൂട്ടത്തിൽ എന്തോ സംഭവിച്ചു, എന്താ വന്ന് എനിക്കറിയാൻ വയ്യ. ഏതായാലും ആ അപ്പച്ചൻ ഒരു പക്ഷേ ആ നായ ആരൻ്റെ കടിച്ചെന്നോ സംതിങ്, അതെന്തോ വന്ന് എനിക്ക് സൂക്ഷ്മം അറിഞ്ഞുകൂടാ. ഞാനൊരു മോട്ടോർ സൈക്കിളിൽ അതുവഴി പോകുമ്പോൾ കണ്ട കാഴ്ചയാണ്. നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് അപ്പച്ചനോട് വഴക്കിന് വന്നു. അപ്പച്ചനോട് വഴക്കിന് വന്നപ്പോൾ കൂടെ വന്ന വേറൊരുത്തൻ, വഴിയെ പോയ ഒരുത്തൻ അപ്പച്ചനെ സഹായിക്കാൻ നിന്നു. ആ സഹായിക്കാൻ വന്നവന് എതിരെ ഒരു 5-6 പേര് തിരിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഒക്കെ നടക്കുമ്പോൾ തണ്ട് ആ വഴിയെ ഒരു ഭിക്ഷക്കാരൻ പോന്നു. അയാളും അതിരാവിലെ അയാളുടെ ഒരു കാലേ ഉള്ളൂ, മറ്റേ കാല് കൊണ്ട് ഇങ്ങനെ വലിഞ്ഞു പോവുക. ചില മിനിറ്റുകൾ കഴിഞ്ഞാൽ വേഷം മാറി ഇയാൾ ഭിക്ഷയ്ക്കിരിക്കും, നടക്കാനുള്ള ആരോഗ്യമില്ല. എങ്കിലും അയാൾ ഇതിന് ഇടയ്ക്ക് വന്ന് അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് വടി പിടിച്ചു പറിച്ച് ഒരുത്തിനിട്ട് 2 കല്ല്. വഴിയെ പോയ ഭിക്ഷക്കാരൻ ഭിക്ഷ എടുത്ത് ജീവിച്ചാൽ മാത്രം മതി, അവൻ ഇതിനകത്ത് കയറി ഇടപെട്ടിട്ട് കാര്യമില്ല. എൻ്റെ ആശയത്തിലും അഭിപ്രായത്തിലും എന്തോ ആരെയും തല്ലണമെന്നൊരാഗ്രഹം ഇവന് കാണും. ഒരുപക്ഷെ ഇവന്റെ ഭിക്ഷാടന ജീവിതത്തിന്റെ ഇടയിൽ നേരിട്ട് ഏതൊക്കെയോ പ്രതികൂലങ്ങളിൽ പകവീട്ടാൻ കാത്തിരുന്നപ്പോഴാണ് അധികം പേര് ചോദിക്കാനില്ലാത്ത, ആരും കാണാതെ തല്ലാവുന്ന ഒരു സാഹചര്യം കിട്ടിയപ്പോൾ പെട്ടെന്ന് 2 തല്ല്. ഉള്ള ആരോഗ്യം ഇവനിട്ടുണ്ട് തല്ല് തല്ലാൻ ഉപയോഗിച്ചു. തല്ലിച്ചാളങ്ങ് പോകുകയുമാ, ഭിക്ഷയാചിക്കാൻ പോവുക വീണ്ടും. കാര്യം അയാളുടെ ഒരു കാലേ ഉള്ളൂ. അല്പം ആരോഗ്യമുള്ളത് ലോകത്തിന് വേണ്ടി കളയാതെ, നിസ്സാര പൈസയുള്ളത് സിഗരറ്റിന് വേണ്ടി കളയാതെ, അല്പമുള്ളത് ജഡിയത്വത്തിന് വേണ്ടി മുടക്കാതെ, 5 പൈസ കയ്യിലുള്ളത് തന്റെ അശ്ലീല സാഹിത്യത്തിന് മുടക്കാതെ, 2 വാക്ക് പറയാൻ കഴിവുള്ളത് ലോകത്തിന് വേണ്ടി പറയാതെ ദൈവത്തിന് വേണ്ടി ഉപയോഗിപ്പാൻ ഇന്ന് പകൽ ഏൽപ്പിക്കപ്പെടുന്ന ചിലരുണ്ടെങ്കിൽ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ശക്തിയുടെ വർധനവ് കൊണ്ടല്ല നിനക്കല്പമേ ശക്തിയുള്ളൂ. നിനക്കല്പമേ ശക്തിയുള്ളെങ്കിൽ അത് ഉപയോഗിക്കേണ്ടതിന് വേണം ഉപയോഗിച്ചാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെക്കാൻ പോകുകയാ. ഞാൻ തുറക്കുന്ന വാതിലിന്റെ പ്രത്യേകത, ഞാൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. ആരും അടയ്ക്കാതെ വേണം തുറക്കുകയും ആരും തുറക്കാതെ വേണം അടയ്ക്കുകയും ചെയ്യുവാൻ ദാവീദിന്റെ താക്കോലുള്ളവൻ. ഹല്ലേലൂയ. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പേ ഒരിക്കൽ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറഞ്ഞു തുടങ്ങിയ ഒരു സന്ദേശത്തിലേക്ക് വേഗത്തിൽ വെളിച്ചം ചൂണ്ടുന്നതിനാൽ ഞാൻ അങ്ങോട്ട് പോകട്ടെ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുവാൻ ദാവീദിന്റെ താക്കോലുള്ളവൻ എന്നൊരു വാക്യം നമുക്ക് കാണാം. ദാവീദ് ഒരു രാജാവായിരുന്നെങ്കിൽ ഒരൊറ്റത്താക്കോൽ അല്ലായിരിക്കണം തൻ്റെ കയ്യിൽ. എനിക്കറിയാം, ഒരു വീട് നോക്കുന്നയാളിന് ഒരു താക്കോൽ കൊണ്ട് ഒക്കത്തില്ല, പല താക്കോലുകൾ കാണും. പല താക്കോലുകൾ ഒരുമിച്ചിടാനല്ലേ കീ ചെയിനുകൾ ഉള്ളത്. വലിയ ആളുകൾക്ക് വലിയ കീ ചെയിനുകൾ കാണും. ദൈവം, നിത്യനായ ദൈവത്തിന് എത്ര കോടി താക്കോലുകൾ കാണും. പോട്ടെ, ദാവീദിന് എന്തും വേണ്ടും താക്കോലുകൾ കാണും. താക്കോൽ എന്നല്ല, താക്കോൽ കൂട്ടം വഹിക്കുന്നവനാണ് എൻ്റെ ദൈവം. ഇന്ന് പകൽ തിരിച്ചറിയൂ, ദാവീദിന്റെ താക്കോൽ കൂട്ടം വഹിക്കുന്നവനാണ്
എൻ്റെ ദൈവം. താൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, താൻ അടച്ചാൽ ആരും തുറക്കത്തില്ല. അത് തൻ്റെതായ പ്രത്യേകതയാണ്. ആ താക്കോൽ കൂട്ടത്തിൽ എന്തൊക്കെ കാണും? ഇന്ന് പകൽക്കാലം വൈദ്യശാസ്ത്രപരമായി തകരാർ അനുഭവിക്കുന്ന ദൈവ പൈതലേ, നിങ്ങളുടെ ആരോഗ്യത്തിന്റെ താക്കോൽ ഈ താക്കോൽ കൂട്ടത്തിൽ ഉണ്ട്. തന്നെ അനുഗമിച്ചാൽ മതി. ഈ താക്കോൽ കൂട്ടത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ താക്കോലുണ്ട്. സാമ്പത്തിക ക്ഷീണം അനുഭവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സാമ്പത്തിക ഭദ്രതയുടെ താക്കോൽ തന്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ. വിദ്യാഭ്യാസ മണ്ഡലത്തിൽ മാർക്ക് കിട്ടാതെ തകർന്നു കിടക്കുന്ന വ്യക്തിത്വമേ, ഇന്ന് പകൽ ദൈവവുമായി ഒരു പുതിയ പ്രതിഷ്ഠയിലേക്ക് വരിക. ദൈവം എന്നെ മാനിച്ചാൽ ഞാൻ ദൈവത്തെ മാനിച്ചിരിക്കും. ഇന്ന് പകൽ ആ മണ്ഡലം തുറക്കുവാൻ താക്കോൽ തന്റെ കയ്യിലുണ്ട്. ഈ താക്കോൽ കൂട്ടത്തിൽ വിദ്യാഭ്യാസ മണ്ഡലത്തിന്റെ താക്കോലുണ്ട്. കുടുംബ സമാധാനത്തിന്റെ താക്കോൽ തൃക്കരങ്ങളിൽ ഉള്ളവൻ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുകയാണ്, എന്റെ കയ്യിൽ താക്കോലുണ്ട്. ദാവീദിന്റെ താക്കോലുള്ളവൻ ഒരു വാതിൽ തുറന്നാൽ ആ വാതിൽ തുറന്നിരിക്കും. ദൈവം തുറക്കുന്ന വാതിൽ അടയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. വലിയ ബലമല്ല, അല്പബലമുള്ളത് യോഗ്യമായി ഉപയോഗിക്കാം. പെട്ടെന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നോക്കാമോ? 1 രാജാക്കന്മാർ 17:12. അതിന് അവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരപ്പവുമില്ല. ഇത് സാറാബ്ദയിലെ വിധവയുടെ ചരിത്രമാണ്. ഒത്തിരി പ്രാവശ്യം തൊട്ടതും അടുത്തയിടെ പറഞ്ഞതുമാകയാൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏലിയാവെന്ന വലിയ പ്രവാചകനെ ഒളിച്ചിരുന്ന കെരീത് തോട്ടിന്റെ തീരത്ത് നിന്ന് ഒരു പ്രത്യേക ട്രെയിനിങ്ങിന് വേണ്ടി ദൈവം സാറഫത്തിലേക്ക് അയക്കുക. സാറഫത്ത് കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് തീയിറക്കുവാൻ, ബാലിന്റെ ശക്തികളെ ജയിക്കുവാൻ തന്നെ കൊണ്ടു നിർത്തേണ്ടതുണ്ട്. ഇതിനിടയിൽ വരുന്ന ഒരു കൊച്ചു കാലഘട്ടത്തിൽ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ദൈവം ഏലിയ പ്രവാചകനെ സാറഫത്തിലേക്ക് അയക്കുകയാണ്. സാറഫത്തിൽ ഞാൻ എങ്ങനെ ചെലവ് കഴിയും, എങ്ങനെ ജീവിക്കും? കർത്താവ് പറഞ്ഞു, ഞാൻ അവിടെ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ദൈവം പലപ്പോഴും കൽപ്പിക്കുന്നത് വലിയവരോടല്ല, ചെറിയവരോട് കൽപ്പിക്കും. ഫറവോനോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് സത്യം, ഹെബ്രിയേലിനോടും മീഖായേലിനോടും കൽപ്പിക്കും. എന്നാൽ ചെറിയവരോടും ചിലപ്പോൾ ദൈവം കൽപ്പിക്കും. ചെറിയവരെയാണ് താൻ അധികം ഉപയോഗിക്കുന്നത്. ഞാൻ അവിടെ വെച്ച് അവിടുന്ന് ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വരെ കാക്കയോട് കൽപ്പിച്ച് പോറ്റിയവൻ ഇന്ന് വിധവയോട് കൽപ്പിച്ചിരിക്കുകയാണ്, നിനക്കൊരപ്പം ഉണ്ടാക്കി തരുവാൻ. ആ ഏലിയ പ്രവാചകൻ ആ വിധവയായ സ്ത്രീയോട് പറഞ്ഞു, എനിക്കൊരു അടയുണ്ടാക്കി തരണമേ. അവൾ പറഞ്ഞു, യജമാനനെ, നിന്റെ ദൈവമായ യഹോവയാണ്. ഓ ഗോഡ്, എന്റെ ദൈവമല്ല യഹോവ, നിന്റെ ദൈവമാണ്. നിന്റെ ദൈവമായ യഹോവയാണ്. ആ പദത്തിന് വലിയ അർത്ഥമുണ്ട് കേട്ടോ. സാറഫത്തിലെ ആളുകൾ യഹോവയെ വിശ്വസിക്കുന്നവരല്ല. അവർ വിശ്വസിക്കുന്നത് തന്റെ ആ ബാലിനെയാണ്, അശേരയെയാണ്. എന്നാൽ യഹോവയുടെ പ്രവാചകനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ വേഷം കൊണ്ടറിയാം. പഴയ നിയമ പ്രവാചകന്മാർ രോമം കൊണ്ടുള്ള ഉടുപ്പ് ധരിച്ചിരുന്നു. നീണ്ട രോമം കൊണ്ടുള്ള ഉടുപ്പ് ധരിച്ചൊരുത്തനെ കണ്ടാൽ അവൻ യഹോവയുടെ പ്രവാചകനാണ്. ആ ഒരു വേഷം കണ്ടപ്പോഴേ പറഞ്ഞു, നിന്റെ ദൈവം യഹോവയാണ്. എനിക്കെന്റെ സ്വന്തമായ ഒരു ദൈവമുണ്ട്, പക്ഷേ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്കിത് പറയാനേ തോന്നുന്നില്ല. കാര്യം ഇവർ തമ്മിൽ താരതമ്യം ചെയ്താൽ അങ്ങയുടെ ദൈവം ആരാണെന്ന് എനിക്കറിയാം. അങ്ങയുടെ ദൈവമായ യഹോവയാണ്. സത്യം സത്യമായി എൻ്റെ വീട്ടിൽ ആകപ്പാടെ ഉള്ളത് ഒരു അല്പം മാവേ ഉള്ളൂ. എലിയാവിന്റെ മറുപടി, അതിനെക്കുറിച്ച് വിഷമിക്കണ്ട, ആ മാവിനെ വർദ്ധിപ്പിക്കുവാൻ എനിക്ക് കഴിയും. ഇന്ന് പകൽ ഇല്ലായ്മയിൽ നിന്ന് ഉളവാക്കുന്നവനും അല്പമുള്ളതിനെ വർദ്ധിപ്പിക്കുന്നവനുമായി എൻ്റെ ദൈവം. ഇന്ന് പകൽ അല്പമുള്ളവർക്കായി സ്തോത്രം, അതിനെ വർദ്ധിപ്പിക്കുന്നവനാണ് എൻ്റെ ദൈവം. ഇന്ന് പകൽ ചിലരുടെ ദൈവത്തോട് പറ, കർത്താവേ, എൻ്റെ കയ്യിൽ ആകെ ഇത്രയേ ഉള്ളൂ. എനിക്കൊരു വീട് പണിയാനുണ്ട്, 4-1 പണമേ എൻ്റെ കയ്യിലുള്ളൂ. എനിക്കൊരു വണ്ടി വാങ്ങിക്കാനുണ്ട്, 3-1 പണമേ എൻ്റെ കയ്യിലുള്ളൂ. എൻ്റെ കയ്യിലുള്ളത് ഇതാണ്, ഇതാ അത് ഞാൻ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. നിന്റെ കയ്യിൽ അല്പമേ ഉള്ളൂ, എനിക്ക് നന്നായി അറിയാം. ഭയപ്പെടേണ്ട, നീ പോയി ഒരു ചെറിയ അടയുണ്ടാക്ക്, നിന്റെ അട വളരാൻ തുടങ്ങും. നീ പോയി ഒരു ചെറിയ അടയുണ്ടാക്ക്, ഒരു ദിവസം കൊണ്ട് ഇത് തീരുകയില്ല. ഈ രാജ്യത്തിന്റെ ദൈവം മഴ പെയ്യിക്കുന്നത് വരെ കലത്തിലെ മാവ് തീരത്തില്ല, കുറ്റിയിലെ എണ്ണ കൊറ്റത്തില്ല. വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കയ്യിൽ അല്പമേ ഉള്ളൂ, അത് യോഗ്യമായി ഉപയോഗിക്ക. അത് യോഗ്യമായി ഉപയോഗിക്ക. കലത്തിലെ മാവ് പറ്റാതെ വണ്ണം, തീരാതെ വണ്ണം, കുറ്റിയിലെ എണ്ണ പറ്റാതെ വണ്ണം ഉപയോഗിക്കുവാൻ ഞാൻ നിന്നെ ശക്തീകരിക്കാൻ പോകുകയാണ്. കയ്യിലുള്ള അല്പം. അനുഭവത്തിന്റെ അകത്തോട്ട് ഇറങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ നടത്തിയിട്ടുള്ള ഒരുപാട് വഴികൾ എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. ക്ഷാമകാലം തീരുവോളം നടത്തിയവനായ ദൈവം. നമ്മുടെ പിതാക്കന്മാരിൽ ചിലരുടെ അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കയ്യിൽ ഒന്നുമില്ലാതെ ഇരിക്കെ ദൈവം അവരെ നടത്തിക്കൊണ്ടുവന്ന ദൈവത്തിൻ്റെ മാർഗങ്ങൾ. ഒരത്ഭുതം ഒന്ന് തൊടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഞാനൊരിക്കൽ കാരംവേലി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി. എനിക്കറിയാം, നമ്മുടെ ജെയ്സനെ കാണാനായിട്ട്, ജെയ്സൻ്റെ ഏതൊരു വീട്ടിൽ പോകാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നതാണ്. കാരംവേലി എന്ന ബോർഡ് പെട്ടെന്ന് കണ്ടപ്പം ഒരു ഇടി വെട്ടിയ പോലായി എനിക്ക്. കാര്യം ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് കേട്ടിട്ടുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. കാരംവേലി എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ തലമുറയിൽ ഒരു പൂർവ്വ പിതാവ് ജീവനോടിരുന്നു, ഒരു സാധാരണക്കാരൻ. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മത്തായിച്ചൻ. അങ്ങനെ ഒരാൾ ജീവനോടിരുന്നു. കാരംവേലി മത്തായിച്ചൻ എന്ന് പെന്തക്കോസ്ത് വിഭാഗത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരാളാണ്. ഒരു ദിവസം ഒരു രാത്രിയിൽ ഒരു മീറ്റിംഗ് നടത്താൻ ഒരു സ്ഥലത്ത് പോയി. ആ മീറ്റിംഗ് നടത്താൻ ആ സ്ഥലത്ത് എന്നതോടുകൂടെ അവിടുത്തെ ആളുകളെല്ലാം കൂടെ തന്നോട് എതിർത്തു. താനാകപ്പാടെ തകർന്നു എന്നൊരു സാഹചര്യത്തിലായി. തന്നെ കൊന്നുകളയും എന്നൊരു ഭീതിയായി താൻ അവിടുന്ന് ഇറങ്ങി ഓടി. ഇന്ന് അക്രൈസ്തവരായ ആളുകൾ ക്രിസ്ത്യാനികളെ ഓടിച്ചുവെങ്കിൽ നമ്മളത് വരുത്തി വെച്ചതാണ്. പണ്ട് ആത്മീയം പറഞ്ഞവരെ ക്രിസ്ത്യാനി എന്ന് പേരുള്ളവൻ തന്നെയാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവരുടെ ഭീഷണിയിൽ അദ്ദേഹം ഓടിപ്പോകുമ്പോഴാണ് പെട്ടെന്ന് തനിക്ക് കടക്കുവാൻ കഴിയാത്ത ഒരു തോടുണ്ട്, ആ തോട് കടന്നങ്ങ് ഓടാം എന്നും കണ്ട് അദ്ദേഹം ഓടി. തോടിൻ്റെ ഇറമ്പ് ചെല്ലുമ്പോഴാണ് തേണ്ട അവിടെ വെള്ളം വർദ്ധിച്ച് കിടക്കുന്ന കാഴ്ച കണ്ടു. വെള്ളപ്പൊക്കമായി പോയി, തോട് കടക്കാനൊക്കത്തില്ല. ദൈവമേ, ഇടത്തോട്ടും വലത്തോട്ടും ഓടാനൊക്കത്തില്ല. ആകെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു സാഹചര്യം. ഞാൻ ഇപ്പോഴും ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടല്ലോ എന്ന് അദ്ദേഹം ചിന്തിക്കുകയും ദാറ്റ്സ് ഇറ്റ്. കണ്ണൊന്നടച്ചു, ഒടുവിലത്തെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കാര്യം ഇപ്പം മറ്റവരുടെ പിടി കിട്ടാൻ പോവുക. കയറിക്കൊള്ളുക എന്നൊരു ശബ്ദം താൻ കേട്ടു. താനൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കയറിക്കൊള്ളുക എന്നൊരു ശബ്ദം താൻ കേട്ടു. കണ്ണു തുറന്ന് നോക്കുമ്പോൾ ചിറക് വിരിച്ചിരിക്കുന്ന അസാമാന്യ വലിപ്പമുള്ള ഒരു പ്രാവിനെയാണ് കണ്ടത്. തന്നെ പ്രാവിൻ്റെ മേളിലോട്ട് കയറി. ഒരു മിനിറ്റ് ആ പ്രാവ് തന്നെ അക്കരെ കൊണ്ടുവിട്ടു. താൻ രക്ഷപ്പെടുകയും ചെയ്തു. താനൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പേ ബോംബെയിൽ നിന്ന് ഞാൻ ആ പുസ്തകം വായിച്ചതാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ആ ചരിത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അന്ന് നമ്മുടെ ചർച്ചിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുഞ്ഞ് പറഞ്ഞു അവളുടെ വല്യപ്പച്ചനും ഇതുപോലൊരു അനുഭവമുണ്ട്. കാരംവേലി മത്തായിച്ചനല്ല, അമ്മാച്ചനുപദേശിക്ക് ഇതേ അനുഭവമുണ്ട്. അവിടെ കുഞ്ഞിൻ്റെ പേരെന്തുവായിരുന്നു? കൃപ എന്ന പേരിൽ ഒരു പെൺകുട്ടി നമ്മുടെ ചർച്ചിലുണ്ടായിരുന്നു. അവൾ പറഞ്ഞു എൻ്റെ വല്യപ്പച്ചനും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ആ അനുഭവം ഒരു പുസ്തകത്തിൽ നിന്ന് പിന്നെ ഞങ്ങൾ വായിച്ചു. കാര്യം ആ പുസ്തകത്തിൻ്റെ കോപ്പി അയച്ചു തന്നതുകൊണ്ട് ഞങ്ങളത് വായിച്ചു. അദ്ദേഹം എഴുതിയിരിക്കുന്നത് കുറെ കൂടെ വിചിത്രമായിട്ടാണ്. കയ്യിൽ 3 ബാറ്ററിയുള്ള ഒരു ടോർച്ചും അത് ഇടുവാനും ബൈബിളും ചേർത്തത് ഇടേണ്ടതിന് ഒരു ലെതർ ബാഗും എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ആളുകൾ ഓടിക്കവേ സുവിശേഷം വിളിച്ചു പറഞ്ഞാൽ പിശാചിന് ഇഷ്ടപ്പെടത്തില്ല, സ്നാനം പറഞ്ഞാൽ ഇഷ്ടപ്പെടുവോ? ഇതിൻ്റെയൊക്കെ പുറകെ ഓടിക്കാൻ വരും പിശാച്. ഇദ്ദേഹം ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വിധവയുടെ വീട്ടിൽ ചെന്ന് കയറി. ആ വിധവയുടെ വീട് രാത്രിയിൽ ആളുകൾ വളഞ്ഞു. അവരെ കൂടെ കൊല്ലും എന്നൊരു സാഹചര്യമായപ്പോൾ ഇറങ്ങി ഓടുകയല്ലാതെ മാർഗമില്ല. അദ്ദേഹം പറഞ്ഞു ഇതുപോലെ തന്നെ വെളിയിലേക്ക് ഇറങ്ങി ഓടുമ്പോൾ ഒരു പ്രാവിനെ താൻ കണ്ടു. തന്നോട് പറഞ്ഞത് കയറി ആ പ്രാവിൻ്റെ പുറത്തിരുന്ന് അതിൻ്റെ കഴുത്തെ പിടിച്ചോളാൻ പറഞ്ഞു. അദ്ദേഹം പ്രാവിൻ്റെ പുറത്ത് കയറിയിരുന്നു. താൻ ക്ലീനായിട്ട് എഴുതിയിട്ടുണ്ട്, എൻ്റെ സഞ്ചി എൻ്റെ കയ്യിൽ തൂക്കിക്കൊണ്ട്, ഞാൻ തോൽ സഞ്ചി എൻ്റെ കയ്യിൽ തൂക്കിക്കൊണ്ട് പ്രാവിൻ്റെ പുറത്ത് കയറി അതിൻ്റെ കഴുത്തിൽ ബലമായി പിടിക്കുമ്പോൾ, ഞെക്കിയെന്നല്ല താഴെ പോകാതെ പിടിക്കുമ്പോൾ എന്നെ കൊണ്ടത് ടേക്ക് ഓഫ് ചെയ്തു. അടുത്ത സ്ഥലത്ത് കൊണ്ട് വിട്ടേച്ചു പോയി. ആർക്കും അടുത്തു വരുവാൻ കഴിയാത്ത അത്ഭുതങ്ങളുടെ ഒരു സമാഹാരം കഴിഞ്ഞ തലമുറ അനുഭവിച്ചു. ആകയാൽ ഇന്ന് ദൈവമക്കൾ എന്ന പേരിൽ നാം ഇവിടെ ഇരിക്കുക. അത്ഭുതങ്ങളുടെ സമാഹാരം എനിക്ക് വേണ്ടി തുറക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. വിശന്ന് ആഹാരമില്ലാതെ കിടന്നുറങ്ങുന്ന കൂട്ടത്തിൽ മാർത്തോമാ സഭയിലെ ഭക്തന്മാരുടെ അനുഭവങ്ങളിൽ ചിലത് വിശന്ന് ദിവസങ്ങളായി ആഹാരമില്ലാതെ കിടന്നുറങ്ങുന്ന കൂട്ടത്തിൽ ഒരു വ്യക്തിക്ക് പെട്ടെന്നൊരു സ്വപ്നം ഉണ്ടായി ആഹാരം കഴിക്കുന്നു എന്ന്. അങ്ങനെയൊക്കെ പലർക്കും അബദ്ധം പറ്റിയ ചരിത്രങ്ങളുണ്ട്. പക്ഷെ ഇദ്ദേഹം പെട്ടെന്ന് ഉണരുമ്പോൾ തൻ്റെ വായിൽ തേണ്ട വെള്ളയപ്പം ഇരിക്കുന്നു. ഇതാര് കൊണ്ട് വെച്ചു എന്നറിയാൻ വയ്യ. സത്യത്തിൽ നടന്ന ചരിത്രമാണ് ഞാൻ ഈ തൊടുന്നത്. തൻ്റെ വായിൽ വെള്ളയപ്പം ഇരിക്കുന്നു. താൻ പെട്ടെന്ന് ശബ്ദം വെച്ചു. കൂടെ കിടന്നവരൊക്കെ ഉണർന്നു. എല്ലാവരും കണ്ടു. അപ്പം ഒരാൾക്കേ കിട്ടിയുള്ളൂ. വായി വെച്ചതായതുകൊണ്ട് വേറെ ആൾക്ക് കൊടുത്തോ എന്നറിഞ്ഞുകൂടാ. ഇന്നും അത്ഭുതങ്ങളുടെ ദൈവം ജീവനോടെ ഉണ്ട്. ഇന്നും അത്ഭുതങ്ങളുടെ ദൈവം ജീവനോടെ ഉണ്ട്. കലത്തിൽ അല്പം മാവ്. പേടിക്കേണ്ട കുഞ്ഞെ, ഇത് പറ്റത്തില്ല. പേടിക്കണ്ട, ആ ഉള്ളത് യോഗ്യമായി ഉപയോഗിക്ക്. ഇത് പറ്റത്തില്ല. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. യോഗ്യമായി ഉപയോഗിച്ചുവെങ്കിൽ ഞാനിതാ വാതിൽ തുറക്കാൻ വരികയാ. കലത്തിൽ അല്പം മാവേ ഉള്ളൂ. യോഗ്യമായി ഉപയോഗിക്കുന്നെങ്കിൽ ഒരനുഗ്രഹ വാചകം ആ കലത്തിലേക്ക് കയറുകയാണ്. നിന്റെ കലത്തിലെ മാവ് പറ്റി തീർന്നു പോകുകയില്ല. എടുക്കാം 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. വീട്ടിലെനിക്ക് 1 ഭരണി എണ്ണയേ ഉള്ളൂ, വേറൊന്നുമില്ല. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു.
ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. പരിചയമുള്ള തിരുവചന ഭാഗമാണ്. ഏലിശ പ്രവാചകൻ, മുമ്പലത്തെ ചരിത്രം ഏലിയാവിന്റെയാണ്. ഏലിയാവിൽ നിന്ന് അഭിഷേകം വാങ്ങി ചിരട്ടിപ്പിച്ച ഏലിശയുടെ അടുക്കൽ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ചെന്ന് പറഞ്ഞു, യജമാനനെ, അങ്ങയുടെ ദാസനായ എന്റെ ഭർത്താവ് പ്രവാചകൻ മരിച്ചുപോയി. എന്നെയും കുഞ്ഞുങ്ങളെയും തന്റെ കടക്കാരിട്ട് ഉപദ്രവിക്കുന്നു. ഒത്തിരി കടം വരുത്തിയാണ് അദ്ദേഹം പോയത്. അക്കാലത്തെ സിസ്റ്റം അനുസരിച്ച് തക്ക സമയത്തിന് കടം കൊടുത്തു വീട്ടിയില്ലെങ്കിൽ വീട്ടിലെ കുഞ്ഞുങ്ങളെ പിടിച്ച് അടിമകളായി വിറ്റുകളയും. തന്റെ കടക്കാരി വന്ന് എന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് അടിമകളാക്കാൻ പോകുന്നു. എനിക്ക് ആകെ ആശ്രയിപ്പാനുള്ളത് അങ്ങയെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിച്ചേ മതിയാകൂ. അദ്ദേഹം തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, പറക, വീട്ടിൽ നിനക്ക് എന്തുണ്ട്? എന്തെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തുടങ്ങാനായിട്ട് കഴിയും. നിന്റെ വീട്ടിൽ എന്തുണ്ട് പറ. എന്തെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ എനിക്കവിടെ തുടങ്ങുവാൻ കഴിയും. അവൾ പറഞ്ഞു, ഉണ്ട്, എനിക്ക് ഒരു ഭരണി എണ്ണ മിച്ചമുണ്ട്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് മുഴങ്കാലിന്മേൽ ഇരിക്കുന്ന ഒരു പതിവുണ്ട്. മതി, അതുമായി ദൈവസന്നിധിയിൽ വരിക. ചിലരോട് തിരുവചനത്തിലൂടെ ദൈവം ഇടപെടുന്ന ഒരു പതിവുണ്ട്. മതി, അതുമായി ദൈവസന്നിധിയിൽ വരിക. ചിലർക്ക് അന്യഭാഷ പറയുവാൻ കഴിവുണ്ട്. മതി, അതുമായി വരിക. ഇവൾ പറഞ്ഞു, എനിക്കാകെ ഉള്ളത് ഒരു ഭരണി എണ്ണ എന്റെ വീട്ടിലുണ്ട്, അതും മതി, കൊണ്ടുവാ. അതിന്റെ ഉപയോഗക്രമം ഞാൻ പറഞ്ഞു തരാം. നീ നിന്റെ മക്കളുമായി നിന്റെ വീടിനകത്തേക്ക് കയറിക്കൊണ്ട് കുറെ ഒഴിഞ്ഞ പാത്രങ്ങളെ കൊണ്ടുവരിക. പ്രാർത്ഥിച്ചുകൊണ്ട് എണ്ണയെ ഒഴിഞ്ഞ പാത്രങ്ങളിലേക്ക് ഒഴിക്കുക. എണ്ണ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച കാണാം. നിനക്ക് അല്പമേ ഉള്ളു നിന്റെ വീട്ടിലാകെ. നിന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ നിന്റെ കയ്യിലില്ല. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുക്കാൻ നിന്റെ കയ്യിലില്ല. ആകെയുള്ളത് ഒരു അഭിഷേകമാകാം, ആകെയുള്ളത് ഒരു എണ്ണയാകാം. ഞാൻ പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ എന്മേൽ ഒരു എണ്ണയുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പ്രാർത്ഥിക്കാൻ നിന്നാൽ ഒരു എണ്ണയുണ്ടെന്നറിയാം. ഞാൻ പ്രസംഗിക്കാൻ നിന്നാൽ ഒരു എണ്ണയുണ്ടെന്നറിയാം. മതി, അടുത്ത വെറും പാത്രത്തെ ടാർഗറ്റ് ചെയ്തോ അതിലേക്ക് പകർന്നോ എണ്ണ തീരുകയില്ല. അല്പമുള്ളതിനെ വർദ്ധിപ്പിക്കുന്ന ദൈവത്തെയാണ് ഇന്ന് പകൽ ഞാൻ തൊടുന്നത്. അല്പമുള്ളത് യോഗ്യമായി വ്യവസ്ഥയിൽ ഉപയോഗിച്ചാൽ എണ്ണ പകരുവാൻ തുടങ്ങി. എണ്ണ തീരുന്നില്ല, പാത്രങ്ങൾ മാറുകയാണ്, എണ്ണ തീരുന്നില്ല. അവൾ ഓടി വന്ന് പ്രവാചകനോട് പറഞ്ഞു, യജമാനനെ, തെണ്ണെ നാട്ടിലുണ്ടായിരുന്ന വെറും പാത്രങ്ങൾ കയ്യിൽ കിട്ടിയത് മുഴുവനും എണ്ണ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ തിരുസഭയെ ചില പുതിയ പാത്രങ്ങൾ വരട്ടെ, അവ എണ്ണയാൽ നിറയട്ടെ, സഭകളിലേക്ക് എണ്ണ പകരട്ടെ. ഈ ദിവസങ്ങളിൽ എണ്ണ പകർച്ചയുടെ നാളുകളാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാത്രങ്ങൾ നിറഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞു, പോയി വിറ്റ് കടം വിട്ട്. പോയി വിറ്റ് കടം വിട്ട് വീണ്ടും ശേഷിക്കും. നിന്റെ പാത്രത്തിൽ എത്ര നാൾ എണ്ണ തുടരും? എത്ര നാൾ നിനക്ക് പ്രശ്നമുണ്ടോ അത്രയും നാൾ എണ്ണ തുടരും. നീ മിച്ചമുള്ളത് കൊണ്ട് നീ നിന്റെ കുഞ്ഞുങ്ങളും ഉപജീവനം കഴിച്ചുകൊള്ളുക. നിങ്ങളുടെ ആയുസ് പര്യന്തം വറ്റാതെ എണ്ണ തുടർന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇന്ന് മാത്രം പകർന്ന എണ്ണ കൊണ്ട് കടം വീട്ടി തീരുകയുള്ളൂ. ആയുസ് പര്യന്തം കഴിയണമെങ്കിൽ ഈ എണ്ണ തുടർന്ന് വന്നേ മതിയാകുള്ളൂ. ദൈവം ചില ഉറവുകൾ തുറന്നാൽ നിങ്ങളുടെ മരണം വരെ തുറക്കുന്നതായ ഉറവായിരിക്കും. ഹല്ലേലൂയ. ഞാൻ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ വീണ്ടും ആവർത്തിക്കട്ടെ. ഇന്ന് പകൽ ദൈവം തുറക്കുന്ന ചില ഉറവകൾ എന്റെ കയ്യിൽ താക്കോലുണ്ട്. ഞാൻ ഒരിക്കൽ തുറന്നാൽ ആരെക്കൊണ്ടും അടയ്ക്കാനൊക്കത്തില്ല. മരണപര്യന്തം, ജീവപര്യന്തം ഉറവുകൾ തുടരത്തക്കവണ്ണം ഇന്ന് പകൽ പകരുവാൻ കഴിയുന്നവനായ ദൈവത്തിന്റെ മുമ്പിൽ പറ, എന്റെ കയ്യിൽ ഉണ്ട് ഒരു ഭരണി എണ്ണ. മതി. അതുകൊണ്ട് നിന്റെയും നിന്റെ കുഞ്ഞുങ്ങളുടെയും ജീവകാലം മുഴുവനും പോകും. 1-2 വാക്യം കൂടെ വായിക്കട്ടെ വ്യത്യസ്ത ആശയത്തിൽ. മത്തായിയുടെ സുവിശേഷം 14:17-18. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? 5 അപ്പവും 2 മീനും. മത്തായിയുടെ സുവിശേഷം 14:17-18. അവർ അവനോട് 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. മതി. യേശു പറഞ്ഞ അതിഞ്ഞുകൊണ്ടുവരാൻ നിൽക്കട്ടെ. അത് വിശദീകരിച്ചാൽ എന്ന് ഞാൻ പറയുന്നതല്ലേ, കൂടെ പറയുന്നതല്ലേ. അതിനി അങ്ങനെ വിശദീകരിച്ചാൽ ശരിയാകത്തില്ല. രത്നച്ചുരുക്കം ഓർപ്പിച്ചുവാന. യേശു ഒരു 3 ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥന നടത്തി. മൗണ്ടൻ ഓഫ് ദ ബിയാറ്റിറ്റ്യൂഡ് എന്നാണ് ആ സ്ഥലത്തെ ഇന്ന് ആളുകൾ വിളിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ പർവ്വത പ്രസംഗ വേളയിൽ താൻ ഉപയോഗിച്ചിരുന്ന അതേ സ്ഥലത്താണ് ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടന്നത്. തൻ്റെ പർവ്വത പ്രസംഗം നടന്ന ഇടത്ത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, കുറെ ഭാഗ്യവാന്മാരെ 8 തരം ഭാഗ്യത്തെക്കുറിച്ച് യേശു അവിടെ പറയുന്നുണ്ട്. 8 തരം ഭാഗ്യങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ബിയാറ്റിറ്റ്യൂഡ് എന്ന്, അല്ലെങ്കിൽ 8 ഭാഗ്യങ്ങൾ എന്നർത്ഥം വരുന്ന ബിയാറ്റിറ്റ്യൂഡ് എന്നാണ് ഇന്ന് പർവ്വതത്തെ വിളിക്കുന്നത്. ദ മൗണ്ട് ഓഫ് ബിയാറ്റിറ്റ്യൂഡ്. ആ ബിയാറ്റിറ്റ്യൂഡ് അനുഗ്രഹങ്ങളുടെ പർവ്വതം, 8 നന്മ അനുഗ്രഹങ്ങളുടെ പർവ്വതം. ആ പർവ്വതത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ ഒന്ന് തൊട്ടേക്കാം.
ആ പർവ്വതത്തിൻ്റെ മുകളിലത്തെ അറ്റത്തോട്ട് കയറിയാൽ ഐ തിങ്ക് പടിഞ്ഞാറ് വശം, കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ചരിഞ്ഞാണ് കിടക്കുന്നത്, പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് ചരിഞ്ഞാണ് കിടക്കുന്നത്. അതിൻ്റെ പടിഞ്ഞാറേ അറ്റത്താണ് ദി ചർച്ച് ഓഫ് ബിയാറ്റിറ്റ്യൂഡ്. അതിൻ്റെ മണ്ടയ്ക്കൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ അടുത്ത് നിന്നായിരിക്കണം യേശു പ്രസംഗിച്ചത്. അവിടുന്ന് താഴോട്ടിറങ്ങിയാൽ, കിഴക്കോട്ടിറങ്ങിയാൽ ഏറ്റവും താഴത്തെ താഴ്വരയിലാണ് യേശു കപ്രർന്നഹൂമിൽ വന്ന് ദേവാലയത്തിൽ നിന്ന് ആദ്യമായി വേദപുസ്തകം വായിച്ച, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ശേഷം ആദ്യമായി വേദപുസ്തകം വായിച്ച ആ സിനഗോഗ്. അതിൻ്റെ തൊട്ടടുത്താണ് ആ പത്രോസിൻ്റെ അമ്മാവിയമ്മ പനിയായി കിടന്നിരുന്ന ആ വീട്. ഇതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ ഉണ്ട്. പോയി കാണാൻ കർത്താവ് കൃപ തന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ യേശു നിന്ന് പ്രസംഗിക്കുന്ന കൂട്ടത്തിലാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ഇവർക്ക് ആഹാരം കൊടുത്തു വേണം വിടാൻ. അവർ പറഞ്ഞു, 5000 കുടുംബങ്ങളുണ്ട്, ഇവർക്ക് എവിടെ നിന്ന് ആഹാരം കൊടുക്കും? യേശുവിൻ്റെ തിരിച്ചൊരു ചോദ്യം, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് പറക. ഇന്ന് പകൽ എന്തോ അല്പമുള്ളതിനെ, അല്പം വിശ്വാസം, അല്പം ശക്തി, അല്പം ബലം, പക്ഷെ ചൊവ്വ ഉപയോഗിച്ചു. അല്പം എണ്ണ വർദ്ധിച്ചു വന്നു. 1 ഭരണി എണ്ണ വർധനവിൽ തുടരും. അടുത്ത് തൊടുകയാണ്, 5 അപ്പവും 2 മീനുമേ ഞങ്ങളുടെ കയ്യിൽ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. ഇതൊരു ബാലകന്റെ കയ്യിൽ ഇരിക്കുക. ബാലകന്റെ കയ്യിൽ ഇരിക്കുന്നത് കളിപ്പിച്ചു വാങ്ങിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും ക്രിസ്തീയ ശുശ്രൂഷകന്മാരെന്ന പദവിയിൽ അപ്പസ്തോലന്മാർക്ക് അത് ഒക്കുകയില്ല. കളിപ്പീരവർക്കില്ല. അത് നമ്മളൊന്ന് ഓർത്തോണം കേട്ടോ. കളിപ്പീരവർക്കില്ല. ഈ കൊച്ചു പിള്ളേരുടെ കയ്യിൽ എന്തെങ്കിലും ഇരുന്ന കണ്ണുരുട്ടി വെച്ച് വാങ്ങിക്കുന്നവർ കാണും. ഞങ്ങളൊക്കെയാണ് കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഒരു അപ്പമൊക്കെ കൊടുത്ത് മിറ്റത്തോട്ട് നിന്ന് കുഞ്ഞ് തിന്നാൻ പോകാന്ന് പറയുമ്പോൾ സൂക്ഷിച്ചോണേ പരുന്തിനെ. കാര്യം പരുന്ത് നോക്കിയിരിക്കുന്നത് തിരിച്ചു പിടിക്കാൻ കഴിവില്ലാത്ത പിള്ളേരെയാണ്. അതുപോലെ ഒത്തിരി എണ്ണം. പക്ഷെ അപ്പസ്തോലന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു കൊച്ചു ബാലകന്റെ കയ്യിൽ ഇരിക്കുന്നത് അങ്ങനെ വാങ്ങിക്കാൻ ഒക്കത്തില്ല. തമ്പുരാൻ പറഞ്ഞു, വാങ്ങിച്ചോ, അവന് നഷ്ടം വരാതെ ഞാൻ നോക്കിക്കോളാം. ഭയങ്കരമാണ്. ഞാൻ ആശയത്തിൻ്റെ അകത്തോട്ട് പോകുന്നില്ല. അവന് നഷ്ടം വരാതെ ഞാൻ നോക്കിക്കോളാം. ആ 5 അപ്പവും 2 മീനും യേശു അങ്ങ് വാങ്ങിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് എടുത്തപ്പോൾ പാസ്റ്റർ വി എ തോമസിൻ്റെ ആശയത്തോട് ബന്ധപ്പെടുത്തി ഓർമ്മിപ്പിച്ചതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മുടെ യേശുവിൻ്റെ പ്രത്യേകത ആരുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കത്തില്ല. പക്ഷെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നാം കൊണ്ടക്കൊടുത്ത വാങ്ങിക്കും. ആ കൊച്ചൻ കൊണ്ടക്കൊടുത്തു. എൻ്റെ കയ്യിൽ ആ മനസ്സറിഞ്ഞ് ആകെ ഉള്ളത് 5 അപ്പവും 2 മീനുമാണ്. അത് തമ്പുരാൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. വാങ്ങി തമ്പുരാൻ ഒന്ന് വാഴ്ത്തി വെച്ച് പറഞ്ഞു, ജനത്തെ പന്തിയായി ഇരുത്തിക്കോ, വിളമ്പിക്കോ. ആകെയുള്ളത് 5 അപ്പവും 2 മീനുമാകാം. അത് 5000 കുടുംബങ്ങൾക്ക് കൊടുത്ത ശേഷം മിച്ചം വന്നത് 12 കൊട്ട നിറച്ചെടുത്തു. ഈ അപ്പത്തിന് ഒരുപാട് വ്യത്യാസങ്ങൾ നടന്നിട്ടുണ്ട്. നിശ്ചയമായും 3 ദിവസയ്ക്ക് മുമ്പേ അമ്മ വീട്ടിൽ നിന്ന് പൊതിഞ്ഞു കെട്ടി കൊടുത്ത അപ്പം വളിച്ചതാണ്, പുളിച്ചതാണ്, നാറുന്നതാണ്. പക്ഷേ ഇന്ന് അപ്പത്തിൻ്റെ വളിപ്പ് മാറി, പുളിപ്പ് മാറി, തിന്നവർക്കൊക്കെയും തൃപ്തിയാകുന്നതിന് വേണം തൃപ്തികരമായി മാറ്റുന്ന അപ്പമായി തീർന്നു. ആ തൃപ്തിയെക്കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 5 മെമ്പേഴ്സുള്ള ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു ആഹാരം ഉണ്ടാക്കിയാൽ ഒരാൾ വരെ ഒരല്പം കൂടി ഉപ്പുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, തൃപ്തിയായനെ. വേറൊരാൾ വരെയും കാപ്പിക്ക് മധുരം ഒരു കുറവായിരുന്നെങ്കിൽ നന്നായിരുന്നു, ഇനി ഒരാൾക്ക് ഇച്ചിരി കൂടുതൽ വേണം. 5 പേരുള്ള ഒരു വീട്ടിൽ ഒരാഹാരം ഉണ്ടാക്കി തൃപ്തീകരിക്കപ്പെടുന്നത് വളരെ കുറവാണ്. കിട്ടിയത് കൊണ്ട് തൃപ്തിയാകുന്നവർക്കായി സ്തോത്രം. പക്ഷേ അതർവൈസ് തൃപ്തിപ്പെടുത്തുന്നത് പ്രയാസമാണ്. എൻ്റെ യേശു 5000 കുടുംബങ്ങൾക്ക് വേണ്ടി വളിച്ച 5 അപ്പം മുറിച്ചു. എല്ലാവർക്കും തൃപ്തിയായി എന്ന് പറഞ്ഞാൽ ഉപ്പ് കൂടുതൽ വേണ്ടവൻ്റെ കയ്യിൽ കിട്ടിയ അപ്പക്കഷണത്തിന് ഉപ്പ് കൂടുതലുണ്ട്. ചൂട് കൂടുതൽ വേണ്ടവൻ്റെ കയ്യിൽ കിട്ടിയ അപ്പക്കഷണത്തിന് ചൂട് കൂടുതലുണ്ട്. മുളക് കൂടുതൽ ആവശ്യമുള്ളവൻ്റെ കയ്യിൽ കിട്ടിയ മീനിന് മുളക് കൂടുതലുണ്ട്. അവരവരുടെ ഇച്ഛയ്ക്കൊത്തവണ്ണം അവനവൻ്റെ പാത്രത്തിലേക്ക് കൈമാറുമ്പോൾ വ്യത്യാസം വരുന്നതായ ജീവനുള്ള അപ്പമായവൻ അപ്പത്തെ വാഴ്ത്തിയാൽ ജീവന്റെ ഭാഗങ്ങൾ അപ്പത്തിലേക്ക് കടക്കുന്നതിനാൽ സംഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നത് കാണാം. ജീവനുള്ള അപ്പത്തിൻ്റെ 12 കൊട്ട നിറച്ചെടുക്കുവാൻ 5 അപ്പം മതിയായിരുന്നു. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ആകെ 5 അപ്പവും 2 മീനും മതി, അതിഞ്ഞു കൊണ്ടുപോവാ. ഇനി ഞാൻ വാക്യങ്ങൾ വായിക്കുന്നില്ല. പുറപ്പാട് പുസ്തകം 4:2 കഴിഞ്ഞ ദിവസം വായിച്ചതാണ്. നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത്? മോശയോടൊരു ചോദ്യമാണ്. ഇതൊരു വടി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ചാന്ന് തോന്നുന്നു, അതെ, ആ വേദഭാഗത്തിൻ്റെ അർത്ഥത്തിലേക്ക് മുണ്ടക്കയത്ത് വെച്ച ആ വേദഭാഗത്തിൻ്റെ അർത്ഥത്തിലേക്കൊന്ന് ഇറങ്ങിപ്പോയി. എൻ്റെ കയ്യിലിരിക്കുന്നത് എന്ത് എന്ന ചോദ്യത്തിന് ഒരു വടി എന്ന് മോശ ഉപയോഗിച്ചിരിക്കുന്ന മാറ്റ് എന്ന ആ വാക്ക്, അതേ വാക്ക് തന്നെയാണ് രാജദണ്ണ് എന്ന്
ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി 40 തോന്നുന്നു. യഹൂദയിൽ നിന്ന് ചെങ്കോലും രാജദണ്ണ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്ന് മാറുകയില്ല എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്തും ഇതേ വാക്ക ഉപയോഗിച്ചിരിക്കുന്നത്. മോശ പറയുന്നത് അതാണ്. എൻ്റെ കയ്യിലുള്ളത് എൻ്റെ അധികാരത്തെ ചിത്രീകരിക്കുന്ന എൻ്റെ അംശവടിയ. ഞാൻ അതിൻ്റെ ഡെപ്തിലോട്ട് ഇന്ന് പോകുന്നില്ല, നമ്മൾ പല പ്രാവശ്യം തൊട്ടതാ. എൻ്റെ കയ്യിലിരിക്കുന്നത് എൻ്റെ രാജദണ്ണാണ്, എൻ്റെ അധികാരത്തിൻ്റെ വടിയാണ്. തമ്പുരാൻ പറഞ്ഞു ഞാനത് അംഗീകരിക്കാൻ പോകയാ, താഴോട്ടിട്. താഴെ ഇട്ടു, പാമ്പായി തിരിച്ചെടുത്തു, പറഞ്ഞു ശുശ്രൂഷ ചെയ്യുവാൻ ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ. ഇന്ന് പകൽ ഒരു ആത്മീക അധികാരം തോന്നുന്നവരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ചിലരുടെ അകത്ത് അധികാരം തിളയ്ക്കുന്നതിനായി സ്തോത്രം, നാളുകളായി പ്രയോഗിക്കാൻ നോക്കിയിട്ടും ഒക്കാതെ കിടക്കുന്ന ഒരു അധികാരം ചിലരുടെയൊക്കെ കയ്യിലുണ്ട്. നിൽക്കട്ടെ, ഇച്ചിരി ഡെപ്തിലേക്ക് പോകാതെ ഒക്കുമെന്ന് തോന്നുന്നില്ല. മോശ ആട് തീറ്റുവാൻ വേണ്ടി വരുമ്പോൾ ഒരു ഇടയന്റെ കോലാണ് നാച്ചുറലി തൻ്റെ കയ്യിൽ വേണ്ടത്. എന്നാൽ തനിക്ക് മറക്കാൻ കഴിയാത്ത ഒന്ന് തൻ്റെ കയ്യിലുണ്ട്. രാജകൊട്ടാരത്തിൽ വസിച്ചിരുന്ന കാലം താൻ പിടിച്ചിരുന്ന രാജദണ്ണ് തനിക്ക് മറക്കുവാൻ കഴിയുകയില്ല. എ റോഡ്, രാജദണ്ണ്. ഞാൻ എടുത്തു പറയാം ഒരു പ്രാവശ്യം കൂടെ. MATTH എന്നർത്ഥം എന്ന് സ്പെല്ല് ചെയ്യാവുന്ന ഒരു എബ്രായ വാക്കാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതേ വാക്ക് തന്നെയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന വടി എന്ന് അവിടെ മോശ ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്ക് തന്നെയാണ് രാജദണ്ണ് എന്ന പേരിൽ എന്ന് അത് ഉൽപ്പത്തി പുസ്തകത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്. ആ പദത്തിന് ഗൗരവമുള്ളതാണ്. എൻ്റെ കയ്യിൽ രാജദണ്ണുണ്ട്. ഞാൻ ആരായിരുന്നുവെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊരു എബ്രായന് പിറന്നവനാണ്. ഇനി തിരിച്ചങ്ങോട്ട് പോകാൻ എനിക്ക് ഒക്കത്തില്ല. ഞാനൊരു ലേവ്യന് പിറന്നവനാണ്. ഞാൻ വാഗ്ദത്തത്തിൽ ഉൾപ്പെട്ടവനാണ്. ഞാൻ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിൽക്കുന്നവനാണ്. അതുകൊണ്ട് എൻ്റെ മതതത്വങ്ങളുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഞാൻ എടുത്തതായ ഒരു അധികാരത്തിന്റെ വടി എൻ്റെ കയ്യിലുണ്ട്. മിസ്രയീമിലെ സകല വിദ്യയിലും നിപുണനായി രാജാവിന്റെ കൊട്ടാരത്തിൽ നിൽക്കുമ്പോൾ ഞാൻ എടുത്ത ഒരു വടി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ സകലതും നഷ്ടമാക്കിയെങ്കിലും ആട് തീറ്റാണ് എൻ്റെ ജോലിയെങ്കിലും ഇത് കളയുകയില്ലെന്ന് പറഞ്ഞ് എടുത്തു പിടിച്ചിരിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. സാഹചര്യങ്ങൾ അധപ്പതിച്ചെങ്കിലും ഞാൻ ദൈവത്തോടെടുത്ത നിയമം, ഞാനും ദൈവവും തമ്മിലുള്ള പ്രമാണം ലംഘിക്കയില്ലെന്ന് പറയുന്ന, എൻ്റെ വിശ്വാസം എന്ന് പറയുന്ന ചിലരുണ്ട്. അവരോട് പറയട്ടെ, ആ വടി കയ്യിൽ ഉണ്ടെങ്കിൽ കയ്യിലിരിക്കട്ടെ. അത് ശുശ്രൂഷയ്ക്ക് ഉതകുവാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. സമുദ്രത്തെ പിളർക്കുവാൻ, രാജാക്കന്മാരെ നിഗ്രഹിക്കുവാൻ, ചെങ്കടലിനെ പിളർക്കുവാനും പിന്നത്തേതിനെ അടയ്ക്കുവാനും ഈ വടി ഉപയോഗിക്കും. ഒരു കാലഘട്ടം ഇത് ഉപയോഗമില്ലാതെ കിടന്നെങ്കിലും ഇന്ന് പകൽക്കാലം അതെന്തെന്ന് ചോദിക്കുന്ന ഒരു ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ കാഴ്ചപ്പാടെന്ത്? നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത്? ഒരു വടി മതി. അതുകൊണ്ട് ഞാൻ കാര്യം ചെയ്യാൻ പോകുകയാ. ഇന്ന് പകൽക്കാലം പ്രത്യാശ വിടാത്ത, തീരുമാനം വിടാത്ത, വ്യവസ്ഥയിൽ നിന്ന് മാറാത്ത, ദൈവപ്രമാണത്തിൽ നിന്ന് മാറിപ്പോകാത്ത ചിലതിനോട് എൻ്റെ ദൈവത്തിന് പറവാനുണ്ട്. അത് എൻ്റെ കയ്യിലോട്ടതാ, എൻ്റെ മുമ്പിലോട്ടിട്. ഞാൻ അതിനെ ഒന്ന് ഉപയോഗിക്കട്ടെ. കഴിഞ്ഞ 40 വർഷം ആട് തീറ്റുന്നതിന്റെ ഇടയിൽ ഉപയോഗമില്ലാതിരുന്ന ഈ വടി, ഹല്ലേലൂയ, എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിലും പ്രയോജനപ്പെടാതെ 40 കൊല്ലം പോയി. ശുശ്രൂഷ ഉണ്ടെങ്കിലും പ്രയോജനപ്പെടാതെ കുറേ വർഷം പോയി. എൻ്റെ സന്നിധിയിലൊട്ടിടെ ഞാൻ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്തു തരാം, ഞാൻ ഒന്നുകൂടെ പുതുക്കിത്തരാം. പണ്ടിത് വടിയായിരുന്നത് പോലെ വടിയായി കൊണ്ടുവെക്കൂ. ഇടയ്ക്ക് ഞാൻ ഇതിനെ ഒന്ന് അനക്കി കാണിക്കാം. ഇന്ന് പകൽക്കാലം ജീവൻ പകരുന്ന ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് നമ്മുടെ വിശ്വാസം ഒന്നിടുവാൻ, പ്രതിഷ്ഠ ഒന്നിടുവാൻ, രാജദണ്ഡ് ഒന്നിടുവാൻ ഏൽപ്പിക്കപ്പെടുന്നവർക്കായി സ്തോത്രം. ഞാൻ അതിനെ ഉപയോഗപ്രദമാക്കി തരാം. ദാവീദിൻ്റെ അടുക്കലേക്ക് വന്നാൽ, ദാവീദേ, അങ്ങയുടെ കയ്യിൽ എന്നാ ഉണ്ട്? എൻ്റെ കയ്യിൽ ഒരു കവണയുണ്ട്, ഒരു ഇടയ സഞ്ചിയുണ്ട്. ദാറ്റ്സ് ഇറ്റ്. എതിരെ നിൽക്കുന്നവനാരാ? ഗോലിയത്ത്. ആരെങ്കിലും ഒരു മല്ലനെ ജയിച്ച ചരിത്രം നിന്റെ ജാതിക്കുണ്ടോ? ഇല്ല. ചരിത്രത്തിലുള്ളത് ചെയ്യാനല്ല, ചരിത്രം സൃഷ്ടിക്കാനാണ് എൻ്റെ അഭിഷേകം. ഭയങ്കരമായത് എന്തുകൊണ്ടോ കഴിഞ്ഞ ചില മാസങ്ങളായി പ്രോബ്ലം വിതൗട്ട് റെഫറൻസ്, അല്ല ഡെലിവറൻസ് വിതൗട്ട് റെഫറൻസ്, ഇത് ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു 3-4 മാസമായി. അബ്രഹാമിനോട് ചോദ്യര്, 100 വയസ്സുള്ള ആർക്കെങ്കിലും പിള്ളേരുണ്ടായി കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒരു റെഫറൻസ് ഇല്ലാത്തത് ചെയ്യാനാ. മോശയോട് ചോദ്യര്, ആരെങ്കിലും ഒരു വടി നീട്ടി കടൽ വിഭജിച്ചതായി കേട്ടിട്ടുണ്ടോ? ഇല്ല. റെഫറൻസ് ഇല്ലാത്തത് ചെയ്യാനാ. യോശുവയോട് ചോദ്യര്, ആരെങ്കിലും ഒരു നദിയെ ചവിട്ടി നിർത്തിയതായി കേട്ടിട്ടുണ്ടോ? ഇല്ല. റെഫറൻസ് ഇല്ലാത്തത് ചെയ്യാനാ. ലാസറിനോട് ചോദ്യര്, എവിടെയെങ്കിലും മരിച്ചവർ ഉയർത്തു വന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. റെഫറൻസ് ഇല്ലാത്തത് ചെയ്യാനാ. ഇന്ന് പകൽ ദൈവത്തിന് റെഫറൻസ് ഇല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യിക്കുവാൻ വടിയുള്ളവനെ ഉപയോഗിക്കുവാനുണ്ട്. ഇന്ന് പകൽ വടിയുള്ളവനെ, ഇന്ന് പകൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. ഇന്ന് പകൽ അഭിഷേകമുള്ള ദാവീദേ, അങ്ങയുടെ
കവണയുടെ കയ്യിൽ എന്തുണ്ട്? അഭിഷക്തമായ ഒരു സ്ലിംഗ് എൻ്റെ കയ്യിലുണ്ട്, അഭിഷക്തമായ ഒരു പൊക്കണം എൻ്റെ കയ്യിലുണ്ട്. മതി. നിനക്കെതിരെ നിൽക്കുന്ന വൻ ശത്രുവിനോട് കാര്യം പറഞ്ഞു, ഞാൻ ഇന്ന് നിന്റെ മാംസത്തെ ആകാശത്തിലെ പക്ഷികൾക്ക് കൊടുക്കേണ്ടതിന് റെഫറൻസ് ഇല്ലാത്ത ഒന്ന് ചെയ്യുവാൻ എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഒരു അഭിഷക്തമായ സ്ലിംഗ. എന്റെ കവണയുടെ മേൽ ഒരു അഭിഷേകമുണ്ട്. ഇന്ന് പകൽ കവണയുടെ മേൽ അഭിഷേകമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിത് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒത്തിരി വർഷമായില്ല ഇവിടെ പറയാൻ തുടങ്ങിയിട്ട്. പക്ഷെ എല്ലാവരും കേൾക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായില്ല. അതുകൊണ്ട് അത് കേട്ടിട്ടില്ലാത്തവരുടെ അറിവിന് വേണ്ടി പറയുന്നത് നല്ലതാണ്. സാധാരണ ഒരുത്തനെ അഭിഷേകം ചെയ്യുവാൻ ഒരു തുള്ളി എണ്ണയുടെ ആവശ്യമേ ഉള്ളൂ. ഒരു ചെറിയ അഭിഷേകത്തിന് ഒരു തുള്ളി എണ്ണയുടെ ആവശ്യമേ ഉള്ളൂ. അത് കാതിൽ പെരട്ടിയാൽ, കൈയുടെ പെരുവിരലിൽ പെരട്ടിയാൽ, കൂടിപ്പോയാൽ നെറ്റിക്ക് പെരട്ടിയാൽ ആൾ അഭിഷക്തനാണ്. അതിൽ കൂടുതൽ വേണ്ട. ബെന്നിഹിൻ എഴുതിയ ദി അനോയിന്റിങ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒരു പോയിന്റ് കാണിച്ചിട്ടുണ്ട്. വേദപുസ്തക ചരിത്രത്തിൽ, പ്രത്യേകിച്ച് പഴയ നിയമ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉപയോഗിക്കേണ്ട അഭിഷേകം കുഷ്ഠരോഗി സൗഖ്യമായാൽ അവനെ അഭിഷേകം ചെയ്യേണ്ട അഭിഷേകമാണ്. കുഷ്ഠം പാപത്തെ കാണിക്കുന്നതാണ്. ഒരാൾ പാപത്തിൽ നിന്ന് വന്നാൽ പിന്മാറ്റത്തിൽ തിരിച്ചു പോകാതെ ദൈവസന്നിധിയിൽ നിൽക്കുന്നതാണ് ഏറ്റവും പ്രയാസം. മലയാളത്തിൽ പറയാറുണ്ട്, മുന്തിയ മാനസാന്തരം 3 മാസമൊക്കെ കാണുകയുള്ളെന്ന്. അത് കഴിയുമ്പോൾ പഴയ ചിന്തകളിൽ പിശാച് പിന്നെയും പുറകെ വരും. ഈ പിശാച് എന്ന് പറയുന്നവൻ തീരെ നാണം കെട്ടവനാണ്. അവനെ നമ്മൾ പലപ്പോഴും അങ്ങ് അനുസരിച്ചും പോകും. നമുക്കതൊരിക്കലും വരരുത്. പലപ്പോഴും അനുസരിച്ചു പോകും. അവൻ പിന്നെയും പുറകെ വന്ന് പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം ഈ മാനസാന്തരത്തിനൊക്കെ കേടുവന്ന് അങ്ങ് തിരിച്ചു പോകാൻ ഒരു സാധ്യതയുണ്ട്. അതങ്ങനെ പതിവുള്ളതാ ലോകത്തിൽ. നിലനിൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിലനിൽക്കുന്നത് ഒരല്പം പ്രയാസമാണ്. പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ വേണ്ടത് കുഷ്ഠരോഗി ആലയത്തിൽ തുടരേണ്ടതിനാണ്. 2 ആഴ്ച കഴിയുമ്പോൾ പുള്ളിക്ക് കൂടിപ്പോയെന്ന് അങ്ങ് തോന്നും. സഭായോഗത്തിന് നേരം നീണ്ടുപോയി. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ആഴ്ച കൂടെ പറയാം, അടുത്ത ആഴ്ച പറയത്തില്ല. സുനിൽ ഇവിടെ കാണും. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ കറക്റ്റ് 12 മണിക്ക് പോയി ചോറുണ്ണണമെന്ന്. ഇപ്പം നമ്മൾ 12 അല്ലേ, അതിനേക്കാൾ മുമ്പേ നിർത്തും. 12 മണിക്ക് കൃത്യം പോയി ചോറുണ്ണണമെന്ന് നിർബന്ധമുള്ളവരുണ്ട്. നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ബാങ്കിൽ ബാലൻസ് വർദ്ധിക്കാൻ വേണ്ടി ദശാംശം സ്തോത്ര കാഴ്ച ഇടരുതെന്ന അഭിപ്രായമുള്ളവരാണ്. ഇതൊക്കെ നല്ല കാര്യമാണ്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്തെങ്ങും പറഞ്ഞിട്ടില്ല. ഞാൻ അന്നൊരിക്കൽ പറഞ്ഞു, ചിലപ്പോൾ സഭായോഗം 1 മണി വരെ അങ്ങ് പോയെന്നിരിക്കും. അന്നത്തെ കാര്യമാണ്. അന്ന് നമ്മൾ തുടങ്ങുന്നത് 10 മണിക്കാണ്. ഇപ്പം 8 മണിക്കാണ്. 1 മണി വരെ അന്നങ്ങ് പോയെന്നിരിക്കും. എന്നാൽ 12-ന് പോകണമെന്ന് അഭിപ്രായമുള്ളവരുണ്ട്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, 1 മാസത്തേക്ക് ഞാൻ സഭായോഗം 1-ന് നിർത്തി പോലും 2-ന് നിർത്തി പോലും ഡോണ്ട് വറി, കറക്റ്റ് 12 ഷാർപ്പ് 11:59 ആകുമ്പോൾ എഴുന്നേറ്റ് വയ്ക്കൂ. പോയി കറക്റ്റ് 12-ന് ചോറുണ്ണണം 1 മാസം മൊത്തം. എന്നിട്ട് ആ മാസം 31-ാം തീയതി പോയി നിങ്ങളുടെ വെയിറ്റ് ഒന്ന് നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. അത് നോട്ട് ചെയ്യുക. പിറ്റേ മാസം എല്ലാ ദിവസവും സഭായോഗം കഴിഞ്ഞേ പോകാവൂ. അപ്പം ലേറ്റായിട്ടേ ചോറുണ്ണാനൊക്കത്തുള്ളൂ. ആ മാസവും പോയി നിങ്ങളുടെ വെയിറ്റ് ഒന്ന് നോക്കണം. അഥവാ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് ശരിയാക്കി തരാമെന്ന്. ഒറ്റയാളിൻ്റെ പോലും വെയിറ്റ് കുറഞ്ഞെന്നും പറഞ്ഞ് വന്നിട്ടില്ല. ആരും വിശന്ന് ചത്തിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്നായിരുന്നു ഈ ബഹളം? എടാ, ദൈവകൃപയുള്ളിടത്ത് ഇരിക്കരുത് പോടാന്നും പറഞ്ഞ് പിശാച് ഉറുത്തുന്നതാ. വേറെ ഒന്നുമില്ല. ഇവിടെ ഇരിക്കരുത്, നന്നായി പോവും. അതുകൊണ്ട് പോ എളുപ്പം. ഒരു നാഷണൽ വി ഐ പി ഒരിക്കൽ നമ്മുടെ ചർച്ച വന്നു. ആ ആളിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു. ഞാൻ പേരൊന്നും പറയുന്നില്ല. ഇറ്റ്സ് എ നാഷണൽ VIP, ഇത്രയും മാത്രം പറയാം. പോയി പ്രാർത്ഥിച്ചു. 2 പ്രാവശ്യമായി, 3 പ്രാവശ്യമായി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ചർച്ചിലോട്ട് വന്നാൽ ഇവിടെ വെച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കാൻ വന്നതാണ് ഗംഗാനഗറിൽ വെച്ച്. വന്നപ്പോഴേ പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് 11 മണിക്ക് ഗവർണറുടെ കൂടെ ഒരു ലഞ്ചുണ്ട്, ഞാൻ അതിന് പോകണം. നമ്മളാരും അല്ല, നാഷണൽ VIP ആണ്. 11 മണിക്ക് ഗവർണറുടെ കൂടെ ഒരു ലഞ്ചുണ്ട്, എനിക്ക് കറക്റ്റ് അതിന് പോകണം. അപ്പോൾ 10:30 മണിയാകുമ്പോൾ ഞാൻ പോയിരിക്കും. നമ്മൾ സന്തോഷം. അതിനു മുമ്പേ പ്രാർത്ഥിക്കാം. ഒരാളിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി അതിനു മുമ്പേ പ്രാർത്ഥിക്കാം. പക്ഷെ അന്ന് ഒരു ഗസ്റ്റ് സ്പീക്കർ ഉണ്ടായിരുന്നു. ആ ഗസ്റ്റ് സ്പീക്കറോട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. 10:30 മുമ്പേ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഒരാൾ ഇങ്ങനെയുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് മാത്രം പറഞ്ഞു. പക്ഷേ ആ ഗസ്റ്റ് സ്പീക്കർ ഒരല്പം പ്രവചന ശുശ്രൂഷയും കൂടെ ഉള്ള ആളായിരുന്നത് കൊണ്ട് ഏറ്റവും പുറകിലത്തെ കസറയിലിരുന്ന നാഷണൽ VIP ആണെന്നൊന്നും ആ ഗസ്റ്റ് സ്പീക്കർക്ക് അറിയാൻ വയ്യായിരുന്നു. പ്രസംഗിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ കൈ അങ്ങോട്ട് ചൂണ്ടിച്ച് പറഞ്ഞാൽ ആ പുള്ളി ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. നാഷണൽ VIP പക്ഷേ എഴുന്നേറ്റ് മുൻപിൽ വന്നു. റിയൽ നാഷണൽ VIP. അവരുടെ ബോഡി ഗാർഡ്സ്, ആംഡ് പോലീസ് എല്ലാം ചർച്ച വന്നിട്ടുണ്ട്. അവരോടുള്ള വ്യക്തിപരമായ ദൂത് പറയാൻ തുടങ്ങി. ആളിൻ്റെ കണ്ണ് നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി. 10:30 കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തി എന്ന് പറഞ്ഞു, സമയമായി ഗവർണറുടെ കൂടെ.
എന്നോട് പറഞ്ഞ മറുപടി കേൾക്കണോ? ഗവർണർ കഴിക്കട്ടെ, ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുക. അപ്പൊ ഗവർണറുടെ ലഞ്ച് മിസ്സായാലും തകരാറൊന്നുമില്ല. പിന്നെ എന്നെ ഈ ബഹളം പിശാചിട്ട് ഉറുത്തുന്നതാ, ഓ ഇവിടെ അങ്ങ് ഇരിക്കരുതെന്ന്. ഞാൻ വരട്ടെ, മടങ്ങി വരട്ടെ. ദൈവസന്നിധിയിൽ സമയം ചിലവഴിപ്പാൻ നമുക്ക് കഴിഞ്ഞേ മതിയാകൂ. ഇന്ന് സമയത്തിന് നിർത്തും. ഈ പാപി മാനസാന്തരപ്പെട്ടാൽ പിന്മാറ്റത്തിനുള്ള സാധ്യതകൾ കൂടുതലാണ്. മറ്റേതല്ലായിരുന്നോ നല്ലത്, ഇതല്ലായിരുന്നോ നല്ലത്, അതല്ലായിരുന്നോ നല്ലത്, ഇങ്ങനൊക്കെ അങ്ങ് ചിന്ത വരും. ആ ചിന്ത വന്ന് ഇവരങ്ങ് എളുപ്പം മടങ്ങിപ്പോവും. പുതിയ നിയമം ഇവരെക്കുറിച്ച് പറയുന്നൊരു പദമുണ്ട്. നമ്മളെ ആരെയും കുറിച്ചുമല്ല, അവരെക്കുറിച്ച്. പുതിയ നിയമം പറയുന്നൊരു പദമുണ്ട്, സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായ എന്നവർക്ക് പേരാകും. നായ്ക്ക് ഇങ്ങനൊരു സ്വഭാവമുണ്ട്. അൾസേഷനെ കുഴപ്പമുള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല, ആ പ്രത്യേകത ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല. നാടൻ പട്ടികൾ കൊണ്ടെന്ന് എനിക്ക് സൂക്ഷ്മം അറിയാം. അതിന് വയറ്റിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ പോയി പട്ടി തിന്നാത്ത സാധനങ്ങൾ, കുറേ പുല്ലുമൊക്കെ അതങ്ങ് തിന്നും. പുല്ലുമൊക്കെ തിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് ഛർദ്ദിച്ചേ പറ്റത്തുള്ളൂ. ആ ഛർദ്ദിക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ വയറ്റിലെ പ്രശ്നം അങ്ങ് മാറും. അതുകൊണ്ടാണ് അത് പോയി പുല്ല് തിന്ന് ഛർദ്ദിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഏതെങ്കിലും ഒരു പഴയ നായ, നാടൻ നായ പുല്ല് തിന്ന് ഛർദ്ദിച്ചാൽ അത് പോകില്ല. ആ ഛർദ്ദിച്ചതിൻ്റെ വട്ടം കറങ്ങും. ഛർദ്ദിച്ചങ്ങ് പോകത്തില്ല പുള്ളി, സത്യം പോകത്തില്ല. മണത്തോണ്ട് നടക്കും. ശകലം നേരം മണത്ത് കഴിയുമ്പോൾ അതിന് തോന്നും മണം നന്നായിരിക്കുന്നു. അപ്പോൾ അടുത്ത് വന്ന് മണപ്പിക്കും. പിന്നെ കണ്ണ് രണ്ട് മുറുക്കെ അങ്ങ് നടച്ചുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് ഒരല്പം നക്കിയെടുക്കും. ഇവിടെ ആരും കുഴപ്പമൊന്നും കാണിച്ചു വെക്കല്ലേ, അത് മൊത്തം തിരിച്ചെടുത്തോണ്ടേ അത് പോകത്തുള്ളൂ. മേലാൽ ഞാൻ സിഗരറ്റ് വലിക്കത്തില്ല, പോകില്ല, അവിടെ നിന്ന് മണപ്പിക്കുക. ശകലം കഴിയുമ്പം തിരിച്ചത് എടുക്കും. ഇന്ന് മുതൽ ഞാൻ അനാവശ്യം പറയത്തില്ല, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കും. ഇനി ഒരിക്കലും ഈ ചർച്ചയിൽ നിന്ന് മാറത്തില്ല, ഞാൻ ചർച്ചയിൽ കാണും. ശകലം കഴിയുമ്പോൾ ഈ പുള്ളി പോയ വഴിക്ക് പുല്ലില്ല, എന്നെ പറ്റി സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞുപോയി. ആ പേര് നിങ്ങൾക്ക് വരരുത്. ഏറ്റവും കൂടുതൽ എണ്ണ ഒരഭിഷേകത്തിന് വേണ്ടി വേണ്ടത് കുഷ്ഠരോഗി ശുദ്ധമായാൽ അവനെ സഭയിൽ അംഗീകരിക്കാനാണ്. പുരോഹിതന്റെ ഇടത്തെ കൈയുടെ വെള്ളയിൽ നിറച്ച എണ്ണ വേണം, അത്രയും മതി. ഇടത്തെ കയ്യിൽ നിറച്ച എണ്ണ അവൻ്റെ തലയിൽ ഒഴിച്ചെങ്കിൽ മാത്രമേ അവൻ തിരിച്ച് ആരാധനയ്ക്ക് ഇരിക്കത്തുള്ളൂ. ആർക്കെങ്കിലും ആ പിന്മാറ്റത്തിൻ്റെ ചിന്ത ഉണ്ടെങ്കിൽ ഇന്ന് കർത്താവ് ഒരു കൈ എണ്ണ ഒഴിച്ചു വിടുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. പക്ഷെ ദാവീദിനെ അഭിഷേകം ചെയ്തത് ഒരു 1.5 ലിറ്റർ എണ്ണ ഒഴിച്ച. കാര്യം അഭിഷേക ശുശ്രൂഷ ആരും അറിയാതെ നടത്തേണ്ടതിന് ഒരു കാമോഫ്ലാജിങ് ഇതിനിടയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ മേൽ, അദ്ദേഹത്തിൻ്റെ മേൽ ഒരു അഭിഷേകം വീണു. ആ അഭിഷേകത്താൽ അതിൻ്റെ തലയിലോട്ട് വീണു. ഒരു 1.5 ലിറ്റർ എണ്ണ ഒരു മനുഷ്യൻ്റെ തലയിലോട്ട് ഒരു ഒഴിച്ചാൽ ഓർത്തോണം, ഇതിങ്ങ് താഴോട്ട് ഇങ്ങ് ഒഴുകും. താഴോട്ട് എണ്ണ ഇങ്ങ് ഒഴുകിയ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ലിങ്ങയിൽ എണ്ണയായി. തേണ്ട ഇടയസഞ്ചിയായ പൊക്കണം പുറകിലുണ്ട്, അതിൻ്റെ മേൽ എണ്ണയായി. വേറൊരു ഭാഷയിൽ അഭിഷക്തമായ പൊക്കണവും അഭിഷക്തമായ ഒരു സ്ലിങ്ങും തനിക്കുണ്ട്. ഞാനും എൻ്റെ ട്രേഡും അഭിഷക്തമായി, ഞാനും എൻ്റെ ചിന്താമണ്ഡലവും അഭിഷക്തമായി, ഞാനും എൻ്റെ നാവും അഭിഷക്തമായി, ഞാനും എൻ്റെ മൈക്രോഫോണും അഭിഷക്തമായി, ഞാനും എൻ്റെ ബൈബിളും അഭിഷക്തമായി. എനിക്കുള്ളതിൻ്റെ മേലൊരു അഭിഷേകം, അഭിഷക്തമായ ഒരു സ്ലിങ്ങുമായി തേണ്ട വന്ന് ഇടയസഞ്ചിയുമായി വന്ന് ഈ ഫെലിസ്തീനെ കാണുമ്പോൾ തന്നിലുള്ള അഭിഷേകം തിളയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം ഓടിപ്പോയി ഒരു 5 മിനുസമുള്ള കല്ല് പെറുക്കി തൻ്റെ ഇടയസഞ്ചിയായ പൊക്കണത്തിലോട്ടിട്ടു. ഇന്ന് പകൽ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിയുള്ളവനെ ചെറുതായിരിക്കാം, അതേ ചെയ്യേണ്ട ക്രമീകരണം ചെയ്യ്. ആദ്യത്തെ ആളിന് ഒരു ക്രമീകരണത്തിൻ്റെയും ആവശ്യമില്ലായിരുന്നു. ആർക്കാ? അല്പം മാവുള്ള ആളിന് പറയുന്നതങ്ങ് കേട്ടാൽ മതിയായിരുന്നു. പാത്രം നിറച്ചെണ്ണയുണ്ടായിരുന്ന ആളിന് ക്രമീകരണത്തിൻ്റെ ആവശ്യമില്ല, പറയുന്നത് അങ്ങ് കേട്ടാൽ മതിയായിരുന്നു. ഒരു തുരുത്തി എണ്ണ കൊണ്ട് അവളുടെ ആയുഷ്കാലം മുഴുവനുമായി. 5 അപ്പവും 2 മീനുമുള്ളവന് പറയുന്നത് അങ്ങ് കേട്ടാൽ മതിയായിരുന്നു. പക്ഷേ വടിയുള്ള മോശ അടുത്ത ശുശ്രൂഷയ്ക്ക് കയറേണ്ടതാകയാൽ പറയുന്നിടത്ത് വടിയിടുകയും വേണ്ടപ്പോൾ എടുക്കുകയും തുടർന്ന് അതിന് ചെയ്യേണ്ട ക്രമീകരണം ചെയ്യുകയും വേണം. അടുത്തപടി ദാവീദ് അഭിഷക്തമായ സ്ലിങ്ങും അഭിഷക്തമായ പൊക്കണവുമുള്ളവൻ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് അതിൻ്റെ മേൽ അറ്റാച്ച് ചെയ്യണം. ഇന്ന് പകൽ ചിലർക്കറിയാം, എൻ്റെ കയ്യിൽ അഭിഷക്തമായ ഒരു ഇടയ സഞ്ചിയുണ്ട്, അതിനകത്ത് കല്ല് പെറുക്കി ഇടുവാൻ എത്ര പേർ തയ്യാറാകും?
ചിലർക്കറിയാം എൻ്റെ കയ്യിൽ അഭിഷക്തമായ ഒരു സ്ലിംഗ് ഉണ്ട്, അതിനകത്തൊരു കല്ലെടുത്ത് വെച്ച് ചുഴറ്റുവാൻ. ആ പദം വലിയതാ. കല്ലെടുത്ത് വെച്ച് ചുഴറ്റി ഒരല്പസമയം ചുഴറ്റിയ ശേഷമായി എറിയുന്നത്. പലപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ആലോചന പറയുവാൻ കയറുന്നതിന് മുന്നമേ ആ ആലോചനയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ തരുന്നതിനായി സ്തോത്രം. ആ ചുഴറ്റുന്ന കൂട്ടത്തിലാണ് ഇതിന് ഉന്നം വരുന്നത്. ആ ചുഴറ്റുന്ന കൂട്ടത്തിലാണ് ഇതിന് ശക്തി വരുന്നത്. ഇന്ന് പകൽ ചെയ്യേണ്ട ക്രമീകരണം ചെയ്യുന്ന ചിലതിനെ ആയിരങ്ങൾക്കും 10,000-കൾക്കും വേണ്ടി ഉപയോഗിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ചുഴറ്റുന്നവർക്കായി സ്തോത്രം. താങ്കൾ 10,000-കൾക്ക് പ്രയോജനപ്പെടും. നിനക്കല്പമേ ശക്തിയുള്ളൂ, കുഴപ്പമില്ല. ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെക്കും. കാരണം നിനക്കുള്ള ശക്തി എൻ്റെ നാമം പിടിക്കുവാനും വചനം കാക്കുവാനും നീ ഉപയോഗിച്ചു. നിന്റെ ഭരണിയിൽ അല്പം എണ്ണയേ ഉള്ളൂ, കലത്തിൽ അല്പം മാവേ ഉള്ളൂ. കുഴപ്പമില്ല, ചെയ്യേണ്ടത് ചെയ്യുവാൻ ഉപയോഗിക്ക്. ക്ഷാമത്തിൽ നീ മരിക്കയില്ല. ഒരു ഭരണി എണ്ണ മാത്രമേ എൻ്റെ വീട്ടിലുള്ളൂ, കുഴപ്പമില്ല, പറയുന്നത് പോലെ ചെയ്യ്, ജീവപര്യന്തം നടത്തുവാൻ കഴിയും. 5 അപ്പം മാത്രമേ കയ്യിലുള്ളൂ, കുഴപ്പമില്ല, നിനക്കും നിന്റെ ചുറ്റുവട്ടങ്ങൾക്കും അത് പ്രയോജനമായി മാറും. മോശെ, അങ്ങയുടെ കയ്യിൽ ഒരു വടിയുണ്ടെങ്കിൽ അതിൻ്റെ മേൽ ഒരു ക്രിയ നടക്കണം. കാര്യം സ്വന്തം കാര്യത്തിനല്ല, അങ്ങയെ വിളിച്ചത് ഒരു ജനതയ്ക്ക് വേണ്ടിയാ. വിധവയുടെ വിളി തനിക്കും മക്കൾക്കും വേണ്ടിയായിരുന്നു. 5 അപ്പമുള്ളവൻ്റെ വിളി 5000 പേരുടെ ഒരു നേരത്തെ ആഹാരത്തിനായിരുന്നു. മോശെ, അങ്ങയുടെ വിളി ഒരായുസ് മുഴുവനും ഒരു സാമ്രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിനാണ്. ദാവീദേ, അങ്ങയുടെ വിളി ഒരായുസ് മുഴുവനും ഒരു ജനതയുടെ നിയന്ത്രണത്തിനാണ്. നമ്മുടെ വിളി എന്ത്, അതിനനുസരിച്ചൊരു ചേഞ്ച് നമ്മിലുണ്ടാകട്ടെ. കണ്ണുകളടയ്ക്കാം. കർത്താവും ദൈവവുമേ, അടിയങ്ങളെ ഒന്നുകൂടെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം, ഒരു കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം വിളിയുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലുള്ള അല്പം വിശ്വാസം മാനിക്കുന്നതിനായി സ്തോത്രം. നസ്രയനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ അത് മാനിക്കുന്ന ഞങ്ങളുടെ ജനത്തെ ഞാൻ അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ആ നാമത്തിൻ്റെ അനുഗ്രഹം അവരുടെ മേൽ വസിക്കട്ടെ കർത്താവേ. ദൈവത്തിൻ്റെ വൻകൃപ അവരുടെ മേൽ ഇരിക്കട്ടെ കർത്താവേ. തിരുനാമം അവരുടെ മേൽ ഉയരട്ടെ കർത്താവേ. അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി കർത്താവ് അവരെ ഉപയോഗിച്ചാലും അല്ല കർത്താവേ, ശുശ്രൂഷയുടെ വിളിയുള്ളവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. തകരുന്ന ഭാരതത്തിലെ വളരുന്ന തിരുസഭയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് ഉയരേണ്ടതിന് വിളിയുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വലിയ അഭിഷേകത്താൽ നിറയ്ക്കുകയും വലിയ ക്രമീകരണങ്ങളിലേക്ക് ഇറക്കുകയും ചെയ്യുവാൻ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. ദൈവകൃപ അവരുടെ മേലിരിക്കട്ടെ. മഹത്വം അങ്ങേക്കാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ കൂട്ടായ്മയും കാവലും നമ്മോട് ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടംപെട്ട എല്ലാ ആവശ്യത്തോടും കൂടെ ഇന്നും മുതൽ എന്നേക്കും കർത്താവിൻ്റെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ.